ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇങ്ങനെ ജോയിസ് ടിവിയിലൂടെ ദൈവം ചെയ്ത വിടുതലുകളെ പറയുവാൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസിക്ക് വേഗം വരുന്നതിനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം ശ്രമിക്കുന്ന എന്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിന്റെ കൃപയാല് 1990 എന്റെ കർത്താവിനെ എനിക്ക് യഥാർത്ഥമായി കണ്ടുമുട്ടുവാൻ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. എന്റെ ചെറുപ്രായത്തില് ഞാൻ ജനിച്ചു വളർന്നത് ഓർത്തഡോക്സ് സമുദായത്തില്. ഞങ്ങൾ 7 മക്കളാണ്. ഞാൻ 6ാമത്തെ മകളായിട്ട് ജനിച്ചു. അങ്ങനെ ആ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തളർവാദം വന്ന് തളർന്ന ദിവസങ്ങൾ ഞാൻ കിടപ്പിലായി. ഒരിക്കലും ഞാൻ എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. എനിക്ക് കുറെ സമയം കിടന്നു കഴിയുമ്പോൾ എന്നെ എവിടെയെങ്കിലും കൊണ്ടൊന്ന് വെളിയിലോട്ടൊന്ന് ഇരുത്താൻ പറയുമ്പോൾ ആരെങ്കിലും എന്നെ കൊണ്ടിരുത്തു. തിരിച്ചു കിടക്കണമെന്ന് പറയുമ്പോൾ അവര് കൊണ്ട് കിടത്തും. അങ്ങനെ ഒരവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. എന്നാൽ ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അനേകരുടെ ജീവിതങ്ങളുടെ വിടുതലിന് വേണ്ടി ദൈവം എന്നെ കണ്ടത് കൊണ്ട്, എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം എന്നെ കണ്ടത് കൊണ്ട് ദൈവം ആ രോഗക്കിടക്ക മാറ്റി വിരിച്ച് ഒരു വൈദ്യന്റെ ചികിത്സയിൽ നിന്ന് കർത്താവിനെ വിടുവിച്ച് സൗഖ്യമാക്കി. 8ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വയ്യാത്ത മകളാണെന്ന് പറഞ്ഞ് എന്റെ പിതാവിനെ തയ്യൽ പഠിപ്പിക്കാൻ വിട്ടു. ഞാൻ അങ്ങനെ കടന്നുപോയി തയ്യൽ പഠിച്ച് ഞാൻ അങ്ങനെ ആയിരിക്കുമ്പോൾ എന്റെ 17ാമത്തെ വയസ്സിൽ എന്റെ വിവാഹം കഴിഞ്ഞു. എന്നെ ഓർത്തഡോക്സ് സമുദായത്തിൽ തന്നെയാണ് വിവാഹം കഴിച്ചു വിട്ടത്. പെന്തക്കോസ്തിന്റെ അനുഭവം, ആരാധന, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ജനിച്ചതും വളർന്നതും വിവാഹം കഴിച്ചതും ഓർത്തഡോക്സ് സമുദായത്തിലാണ്. ആ ചെന്ന ഭവനത്തിൽ കൂടുതൽ ദൈവമായിട്ടുള്ള ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ഭവനമായിരുന്നു. അവര് 3 ആൺമക്കളാണ്. 2ാമത്തെ മകനാണ് എന്നെ വിവാഹം കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയില് ഞങ്ങള് എനിക്ക് ശാരീരികമായി വളരെ ക്ലേശങ്ങൾ എന്റെ ശരീരത്തിൽ അനുഭവിക്കുവാൻ ഇടയായി. 21 വയസ്സായപ്പോൾ ദൈവം എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളെ തന്നു. യൂട്രസ് സംബന്ധമായ രോഗത്താൽ വളരെയധികം ഭാരപ്പെട്ട് എനിക്ക് യാതൊരു ഭാരപ്പെട്ട ജോലിയും ചെയ്യുവാൻ കഴിയാതെ ഡോക്ടർ പറഞ്ഞൊരു ഓപ്പറേഷൻ വേണമെന്ന് എന്നോട് പറഞ്ഞു. 30 വയസ്സാകട്ടെ, പ്രായം കുറവല്ലേ, കുറെ നാള് മരുന്ന് കഴിച്ച് മുൻപോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ തയ്യൽ ഉണ്ടായിരുന്നു, തയ്ക്കല്ലെന്ന് പറഞ്ഞു. ഈടി കയ്യാല കയറല്ലെന്ന് പറഞ്ഞു. ഭാരപ്പെട്ട ജോലി ഒന്നും ചെയ്യലെന്ന് പറഞ്ഞു. എന്റെ വീട്ടിൽ എന്നെ കെട്ടിച്ചു വിട്ടെടുത്തു. ഭൗതികമായി വളരെ ശോചനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന 2 കുടുംബമായിരുന്നു. എന്നാൽ അവിടെ നിന്ന് ഞാൻ എങ്ങനെ മരുന്ന് കഴിച്ചതിനെ കടന്നു പോകുമ്പോ എന്റെ ഹസ്ബൻഡിന്റെ ബ്രദർ വിവാഹം കഴിഞ്ഞ് 3 വർഷമായി, കുഞ്ഞുങ്ങളില്ല. അതിനുവേണ്ടി പെന്തക്കോസ്തുകാരെ വിളിച്ച് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തുവാൻ ഇടയായി. 1990 ജനുവരി 17, 18, 19 ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ കടന്നു വന്ന ഒരു ദൈവദാസനോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഇന്ന പോലെ ഒരു രോഗമുണ്ട്, ഓപ്പറേഷൻ വേണമെന്നാ പറഞ്ഞത്, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, വിടുതൽ കിട്ടിയ സഹോദരി എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വിടുതൽ കിട്ടിയാൽ ഞാൻ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാമെന്നും ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ ആ പ്രാർത്ഥന 2ാമത്തെ ദിവസം ഞാൻ കടന്നു ചെന്നു. ആ ദൈവദാസൻ പ്രാർത്ഥിച്ചല്ല, ദൈവവചനം കേട്ടോണ്ടിരുന്നപ്പോൾ തന്നെ എന്തോ ഒരു ശക്തി എന്റെ മേൽ വന്നിട്ട് മണിക്കൂറുകൾ ഞാൻ ആത്മാവിൽ ആരാധിച്ചിട്ട് ഇരുന്ന ജനത്തോട് ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞു, കർത്താവിനെ സൗഖ്യമാക്കി, ഇനി എനിക്ക് ഒരു ഓപ്പറേഷൻ വേണ്ട എന്ന് പറയുവാനിടയായി. അങ്ങനെ ആ 90 എന്റെ കർത്താവ് ആ പ്രാർത്ഥനയിൽ ആ സ്പോട്ടില് ദൈവമേ അന്യഭാഷയില് മണിക്കൂറുകൾ ആത്മാവില് ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി. ആരാധന കഴിഞ്ഞപ്പോ ആ ദേശത്തുള്ള ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് പിന്നെ ഒരു ഉയർന്ന സ്ഥലമാണ്. ആ സ്ഥലത്തുള്ള ആൾക്കാരെല്ലാം ആ ആരാധനയുടെ സൗണ്ട് കേട്ട് അവിടെ കൂടി വരുവാനിടയായി. കാരണം അത്ര ശക്തിയോടാണ് ദൈവത്തെ ആരാധിച്ചത്. കൃപയാൽ ഇത് 35ാമത്തെ വർഷമാ. ഇന്നുവരെയും മാനുഷികമാകുന്ന ഒരു കത്തി എന്റെ മേൽ വെക്കുവാൻ ദൈവം ഇടയാക്കാതെ ദൈവം എന്നെ ആ സ്പോട്ടില് പൂർണ്ണ സൗഖ്യം തന്ന് എന്റെ ദൈവം എന്നെ നടത്തുവാൻ തുടങ്ങി. അങ്ങനെ ഞാനും ഹസ്ബൻഡ്, എന്റെ മൂത്ത മോൻ 6 വയസ്സ്, എന്റെ കൊച്ചുമോന് 3 വയസ്സ്, ഞങ്ങൾ അങ്ങനെ ദൈവത്തെ അറിയുവാൻ ഇറങ്ങി തിരിച്ചു. പ്രിയപ്പെട്ടവൻ എന്റെ കൂടെ കുറച്ചു ദിവസം ദൈവസന്നിധി വന്ന് എഴുന്നേറ്റ് നിന്ന് സാക്ഷിയൊക്കെ പറഞ്ഞിട്ട് ഏപ്രിൽ 1-ാം തീയതി ഞങ്ങൾ ഒരുമിച്ച് പോയി സ്നാനപ്പെടുവാൻ ഇടയായി. എന്നാൽ പ്രിയപ്പെട്ടവൻ അത് കഴിഞ്ഞപ്പോൾ ഏപ്രിൽ ഫൂളാ നടന്നതെന്ന് പറഞ്ഞ് സ്നാനപ്പെട്ടെന്ന് പിന്മാറി പോകുവാനിടയായി. പിന്നെ ഞങ്ങളുടെ ജീവിതം വലിയ ഒരു അനുഭവത്തിലേക്ക് ഞങ്ങൾ കടന്നു പോകുവാനിടയായി.
എന്നാൽ ഞാനും എന്റെ കുഞ്ഞുങ്ങളും ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്നു. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യമില്ല, ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാൻ ആമി ഞങ്ങളെ അനുവദിക്കത്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നുപോയ പ്രിയപ്പെട്ടവരെല്ലാം എന്നോട് പറഞ്ഞു, നിനക്ക് സൗഖ്യം കിട്ടിയല്ലോ, ഇനി നീ പള്ളിയിൽ തന്നെ വരാൻ. പ്രാർത്ഥന നടത്തിയ ഭവനം അവരും പള്ളിയിൽ തന്നെ പോയി. എന്റെ മാതാപിതാക്കൾ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും എന്റെ ദൈവത്തെ മറന്ന്, എന്നെ വിടുവിച്ച ദൈവത്തെ മറന്ന് ഇനി ഒരു ജീവിതമില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. യഹൂദ ബാലന്മാര് പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണ ബിംബത്തെ വീട് നമസ്കരിക്കയില്ലെന്ന് തീരുമാനമെടുത്തതുപോലെ ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധി തീരുമാനമെടുത്തു. ഒരു ദിവസം പോലും ജീവിതത്തിലെ സ്വസ്ഥത എന്നെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. വർഷങ്ങള് ആമി മദ്യപാനം തുടങ്ങി. ദൈവസന്നിധി വരുന്നതിന് മുമ്പേ താൻ ഒരു മദ്യപാനി അല്ലായിരുന്നു. എന്നാൽ ദൈവസന്നിധി വന്നിട്ട് പിന്മാറിപ്പോയി. താൻ പൂർണ്ണമായ ഒരു മദ്യപാനിയായി. മാതാപിതാക്കളെ എന്നെ ആമി തിരിച്ചു പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു. എല്ലാവരും എന്നോട് പറയുന്നുണ്ട്, പള്ളിയിലേക്ക് തന്നെ മടങ്ങി വരണമെന്ന്. ഞാൻ ഒരിക്കലും പോകത്തില്ലെന്ന് തീരുമാനിച്ചു. എന്നോടൊപ്പം എന്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞാണെങ്കിലും അവരും എന്നോടൊപ്പം ദൈവത്തെ ആരാധിപ്പാൻ എന്റെ കൂടെ നിന്നു. ഞങ്ങൾ മണിക്കൂറുകൾ ദൈവത്തെ ആരാധിക്കും. ആമേ പ്രിയപ്പെട്ടവൻ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ആമേ ഞങ്ങള് അല്ലെങ്കിൽ ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കും. ആമേ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാനൊന്നും സ്വാതന്ത്ര്യമില്ല. അടി കൊണ്ടാലും കൊള്ളാം, ചവിട്ട് കൊണ്ടാലും കൊള്ളാം, ഞങ്ങൾ ഒറ്റ ആരാധന പോലും മുടക്കത്തില്ല. ഞങ്ങളെല്ലാം ആരാധനയ്ക്ക് ഞാനും കുഞ്ഞുങ്ങളും കൂടെ കടന്നു പോകും. മദ്യപിച്ചിട്ട് വന്ന് ആമേൻ ഭയങ്കരമായ വഴക്ക്, ഭയങ്കരമായ പ്രതികൂലം, ഭയങ്കരമായ പ്രതിസന്ധികൾ ജീവിതത്തിൽ അനവധി കടന്നുപോയി. എന്നാൽ അതിന്റെ നടുവിലൊന്നും ഈ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഞങ്ങളെ പുറകോട്ട് വലിക്കുവാൻ ഒരു ശത്രുവിനും കഴിഞ്ഞില്ല. ഞാൻ പുരിച്ച വിശ്വാസത്തില്, ഞാൻ തീരുമാനിച്ച വിശ്വാസത്തില് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർ പ്രതിഫലം കൊടുക്കുന്നുവെന്നും നാം വിശ്വസിക്കേണ്ടതല്ലോ എന്ന് എബ്രായർ 11:6 പറയുന്നത് പോലെ എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ആമേൻ ആ വാഗ്ദത്ത വചനത്തിൽ ആശ്രയിച്ച് ഞാൻ മുൻപോട്ട് പോകുവാൻ തുടങ്ങി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിനെ പൂർണ്ണമായി സൗഖ്യമാക്കി. പ്രിയപ്പെട്ടവരെ, ഭവനത്തിൽ വരാത്ത ദിവസങ്ങള്, ആമി കാര്യങ്ങൾ നോക്കാത്ത ദിവസങ്ങൾ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ കഴിയാത്ത അനുഭവങ്ങള്. ഞാൻ ഒരു കടയിലേക്ക് തയ്ക്കാൻ കടന്നുപോയി. ആ തയ്ച്ചു കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് ആമി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ആമി ഒരുങ്ങി. ആമി മൂത്ത മോൻ 10ാം ക്ലാസ് ജയിച്ചു. പ്രീ ഡിഗ്രിക്ക് ആദ്യത്തെ വർഷം പോയി പഠിച്ചു. ആമി രണ്ടാമതിനോട് പറഞ്ഞു, അമ്മ തയ്ച്ച് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ പഠിപ്പിക്കുവാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഞാൻ ജോലിക്ക് വേണ്ടി കടന്നു പോകുവാണെന്ന് പറഞ്ഞു. ആമീൻ എന്നെ ആങ്ങളയുടെ കൂടെ പെയിന്റിങ്ങിനായ എന്റെ മോൻ കടന്നുപോയി. 10ാം ക്ലാസ് പഠിച്ചു. പ്രീ ഡിഗ്രി 1 വർഷവും പഠിച്ചിട്ടുള്ള ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഇങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിക്കും. ജോലി കടന്നുപോയി എന്നതിനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദാസനും അവന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നിന്റെ ഒപ്പിന് വേണ്ടി അനേകരും നിൽക്കുമെന്നും പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്റെ മകൻ എന്നോട് പറഞ്ഞു, പിന്നെ 10ാം ക്ലാസ് പഠിച്ച് എന്റെ ഒപ്പിന് വേണ്ടി ആര് നിൽക്കാനോ, ചുമ്മാ ദൈവദാസന്മാരിങ്ങനെ പറയുക എന്നോട് പറയുവാനിടയായി. ഞാൻ പറഞ്ഞ, അല്ല മോനെ, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കാമെന്നും ദൈവത്തിന്റെ വാഗ്ദത്തമോ. കാരണം ബൈബിൾ എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ആ ദേശത്തൂടെ കടന്നു പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലും ആമേ പ്രിയപ്പെട്ടവൻ ജീവിക്കുക. ഞാൻ പറഞ്ഞു, മോനെ, ഇത് ചുമന്നാൽ ഇത് ആമേ നമ്മളെ ചുമക്കുന്ന ഒരു ദൈവമോ, നമുക്ക് ഇതിന് വിടുതൽ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ 2004 ഹല്ലേലൂയ 2004, 2009, 2021 ഈ 3 വർഷം ഒരുപാട് ദൈവശബ്ദം കേട്ട ഒരു വ്യക്തിയാ ഞാൻ. ഹല്ലേലൂയ. 2004 മുതൽ ദൈവം എന്നെ കൃപാവരങ്ങളാൽ നിറയ്ക്കുവാനിടയായി. ആമീൻ. ഹല്ലേലൂയ. ഒരു പൊന്ന് തട്ടാന്റെ ഉലയിൽ കൂടി കടന്നുപോയി. തീക്കാത്തി കൂടെ പോയാലേ അത് മാറ്റും. ആമീൻ. മാറി പൊന്ന് നല്ലതായി പുറത്തു വരണമെങ്കിൽ അത് തീക്കാത്തിലൂടെ കടന്നുപോയേ മതിയാകും. അതുപോലെ തീച്ചുളയാകുന്ന ശോധനയിലൂടെ ദൈവം എന്നെ കടത്തിവിട്ടു. നാളുകൾ സമാധാനമില്ലാത്ത, രാത്രി ഉറങ്ങുവാൻ കഴിയാത്ത, ആഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കുവാൻ കഴിയാത്ത ദിനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടെങ്കിലും ദൈവം ആ ഒരു അനുഭവത്തിൽ നിന്ന് 2004 മുതൽ കൃപാവരങ്ങളാൽ ദൈവം എന്നെ നിറയ്ക്കുവാൻ തുടങ്ങി. 2004 21 ദിവസം ദൈവസന്നിധിയിൽ ഞാൻ ഉപവാസം ഇരിക്കുമ്പോൾ 9ാമത്തെ ദിവസം ഞാൻ തറയിലാ കിടക്കുന്നത്. കാരണം പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ ആമേൻ കയറി ആമേൻ കിടക്കണം, അല്ലെങ്കിൽ കട്ടിലേ കിടന്ന് ഉറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് തറയിൽ കിടക്കും.
രാത്രി 9:45 ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോ ആലയിലും ദൈവമേ എന്റെ കുഞ്ഞിനൊരു വഴി തുറക്കണം, സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിച്ചു കിടക്കുമ്പോൾ 9:45 എന്റെ ദൈവം എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. സാധാരണ ഒരു വ്യക്തിയാണോ നീ സേവിക്കുന്നത്? അഖിലാണ്ടത്തെ മുഴുവനും നിർമ്മിച്ച യഹോവയല്ലയോ? പിന്നെ നീ എന്തിനു ഭാരപ്പെടുന്നെന്ന് ചോദിച്ചിട്ട് ദൈവം ഒരു വാക്യം കൂടെ തന്നു. നഹൂം പ്രവചനം 1-ാം വാക്യം, യഹോവ നല്ലവന് കഷ്ടദിവസത്തിൽ ശരണവും തങ്കിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഈ വാഗ്ദത്ത വചനവും ദൈവം തന്നിട്ട് ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങള് 6 തൂണയിലെ ചാക്ക് ഷീറ്റിട്ട് 4 വശവും സാരി മറച്ച് വലിച്ചു കെട്ടിയ ഒരു ഭവനത്തിൽ നിന്ന് ദൈവത്തെ സേവിക്കുക ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. എന്നാൽ ഹല്ലേലൂയ, ഒരു ചെറിയ ഭവനം കർത്താവ് 2 മുറിയിൽ ഒരു ഭവനം തന്നു. അതിനകത്ത് ദൈവത്തെ അറിയുവാൻ ഇറങ്ങിയതിനു ശേഷം അതിനകത്ത് ഞങ്ങൾ ഇങ്ങനെ താമസിച്ചു വരുമ്പോഴോ ഈ അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ 2005 ആലയിലും ഞാൻ ദൈവസന്നിധിയിൽ ഒരു രാത്രി ഒരു പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വരുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുവാൻ. ഞാൻ എന്റെ ഹൃദയത്തിൽ തോന്നിയതായിരിക്കുമെന്ന് ഓർത്ത് ഞാൻ ഹല്ലേലൂയ അത് തള്ളിക്കളയുവാനിടയായി. എന്നാല് അന്ന് രാത്രി ഞാനൊരു ദർശനം കാണുവാനിടയായി. ഞാനൊരു ലിസ്റ്റുമായി കടയിൽ ചെന്ന് സാധനം വാങ്ങാൻ നിൽക്കുന്ന ഒരു ദർശനം തന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് കുറവേറ്റു പറഞ്ഞു, അപ്പാ നീ ആയിരുന്നല്ലോ എന്നോട് സംസാരിച്ചത്. ദൈവം എന്നോട് ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെ ദൈവം എന്നോട് സംസാരിച്ച അനുഭവങ്ങളുണ്ട്. പെട്ടെന്ന് ഞാൻ ഒരു ലിസ്റ്റ് എടുത്ത് എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ 2004 ദൈവം എനിക്ക് ദർശനം തരുമ്പോ ദൈവം എനിക്ക് 4 വാഗ്ദത്ത വചനങ്ങൾ തന്നു. ശുശ്രൂഷയ്ക്കായി ദൈവം എന്നെ കാണിച്ചത് 1-2 കൊരിന്ത്യർ 3-ാം അധ്യായം ഹല്ലേലൂയ 2-ാം അധ്യായം 3-ാം വാക്യം, മനുഷ്യന്റെ ഹൃദയ രഹസ്യങ്ങളെ വായിക്കുന്നു ക്രിസ്തുവിന്റെ പത്രമാ നീ എന്ന്. ദൈവം എന്നെ ഹല്ലേലൂയ ഞങ്ങളുടെ ദൈവദാസൻ തന്നെ ബൈബിൾ എടുത്തിട്ട് ഹല്ലേലൂയ അത് നൂത്തിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് എനിക്ക് വരയിട്ട് ഹല്ലേലൂയ അണ്ടർലൈൻ ചെയ്ത് ഈ വാക്യം എനിക്ക് തരുക, ഇത് നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത വചനമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ദൈവം എന്നോട് പറഞ്ഞു, അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ എന്റെ വായ പോലെ നിന്റെ വായാക്കുമെന്ന്. 3-ാമത് ദൈവം എന്നോട് പറഞ്ഞു, അബ്രഹാമിന്റെ പേര് വലുതാക്കിയതുപോലെ ഞാൻ നിന്റെ പേര് വലുതാക്കുമെന്ന്. 4-ാമത് ദൈവം എന്നോട് പറഞ്ഞു, ഹോശേയ പ്രവചനം 6-ാം അധ്യായം 3-ാം വാക്യം, അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്, മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു, പിന്മഴ പോലെ അവൻ നിന്റെ അടുക്കൽ വരും. ഈ 4 വാഗ്ദത്ത വചനം ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം എനിക്ക് തന്നിട്ട് ദൈവം എന്നെ പുറത്തിറക്കി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം വ്യക്തമായ വെളിപ്പാടുകള്, ദർശനങ്ങള്, ആലോചനകൾ ദൈവം തന്നു. ആർക്കും ചെയ്തെടുക്കുവാൻ കഴിയാത്ത ശുശ്രൂഷകൾ ദൈവം എന്നിലൂടെ ചെയ്യിപ്പിച്ചു. ഒരു വ്യക്തി എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ ആ വ്യക്തിയുടെ സകല ഹല്ലേലൂയ ഭവനത്തിന്റെ അനുഭവങ്ങളും രാത്രി ടിവിയിൽ കാണുന്നത് പോലെ ദൈവം എന്നെ ദർശനം കാണിച്ചിട്ട് ആ ഭവനത്തിലേക്ക് ദൈവം അയക്കും. പിന്നെ എനിക്ക് പ്രാർത്ഥിക്കേണ്ട, അവിടെ ചെന്നിരുന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. എന്നാൽ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. രാത്രിയുടെ യാമങ്ങള് ഞാൻ എഴുന്നേറ്റാല് ഹല്ലേലൂയ ഉറക്കം വരാതിരിക്കാൻ ഒരു ഗ്ലാസ് കാപ്പിയിട്ട് മുഖവും കഴുകി 2 ബിസ്ക്കറ്റും തിന്നിട്ട് പ്രാർത്ഥിക്കാനിരുന്നാൽ അതെത്ര സമയം എന്റെ ദൈവം എന്നെ ഇരുത്തുന്നു, അത്രത്തോളം സമയം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. അതുപോലെ പകല് രാവിലെ 1 മണിക്കൂർ, ഉച്ചയ്ക്ക് 3 മണിക്ക് ഹല്ലേലൂയ 1 മണിക്കൂർ, പിന്നെ രാത്രി ഇരുത്തുന്ന സമയങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ദൈവം എന്നോട് പറഞ്ഞു, എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഒരു പേപ്പർ എടുത്തിട്ട് എനിക്ക് ആവശ്യമുള്ള 4 കൂട്ടം വിഷയം ഞാൻ ദൈവസന്നിധിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ 1-ാമത് എഴുതിയത്, കർത്താവേ ഞങ്ങൾക്ക് ആരാധനയ്ക്ക് കടന്നു പോകാൻ ഒരു പുതിയ ബൈക്ക് തരണം. കാരണം സഭയിൽ എല്ലാവരും കാശുള്ള പാർട്ടികളാ, വണ്ടിയുള്ളവരാ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങള് പ്രാർത്ഥന കഴിഞ്ഞ് താമസിച്ച് കടന്നു വന്നാൽ പ്രിയപ്പെട്ടവൻ വഴി നോക്കി നിന്നിട്ട് മദ്യപിച്ചിട്ടാ വരുന്നത്. വഴി നോക്കി നിന്നിട്ട് ഞങ്ങൾ താമസിച്ചാൽ എവിടെ ആയിരുന്നു എന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കും. ഹല്ലേലൂയ. എന്നാൽ ആർക്കെങ്കിലും വണ്ടിയെ കൊണ്ടുവരോ, സൗകര്യം ഉണ്ടെങ്കിൽ അവര് കൊണ്ടുവരും, ഇല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും കൂടെ നടന്ന് ഇങ്ങ് വരുമ്പോഴത്തേന് സമയം പോകും. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു പുതിയ ബൈക്ക് തരണം. 2-ാമത് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ തലമുറ ഗൾഫിൽ പോണം.
മൂന്നാമത് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ പ്രിയപ്പെട്ടവനെ ദൈവം ഹല്ലേലൂയ മരുഭൂമിയിൽ അയക്കണം. നാലാമത് ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവെ കല്ലൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം മൈലപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചു കൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ വിറ്റ് വന്നതാണ് കോന്നിയില്. ദൈവത്തിന് സ്തോത്രം. അത് വിറ്റുമാറുവാൻ എഴുതി. ഞാൻ എഴുതിയതനുസരിച്ച് എന്റെ കർത്താവ് എനിക്ക് മറുപടി തന്നെന്നുള്ളത് ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയില്ല. എന്തൊക്കെ എഴുതി വെച്ചോ ആ 4 വിഷയം അതിനനുസരിച്ച് ദൈവം എനിക്ക് മറുപടി തന്നു. 3 വർഷവും 6 മാസവും പ്രാർത്ഥിച്ചപ്പോ കർത്താവ് ഞങ്ങൾക്ക് പുതിയ വൈക്ക് തന്നു. വൈക്ക് കൊണ്ടുവരുന്നതിന് മുമ്പേ ദൈവം എന്നെ ദർശനം കാണിച്ചു. ഞങ്ങളുടെ മുറ്റത്ത് വണ്ടി ഇറങ്ങത്തില്ല. ദൈവത്തിന് സ്തോത്രം. റോഡിൽ കൊണ്ടുവന്നിട്ട് മോനെ വിളിക്കുന്ന, അമ്മേ വണ്ടി കിട്ടി, പ്രാർത്ഥനയ്ക്ക് പോകാൻ കടന്നു വരാൻ പറയുന്നു. അതിന്റെ 2ാമത്തെ ദിവസം ആമേൻ ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയുമില്ല. എങ്കിലും ദൈവം ഞങ്ങൾക്ക് ഒരു പുതിയ വൈക്ക് ഹല്ലേലൂയ തന്നു. ഞങ്ങൾ ആ ഹല്ലേലൂയ അങ്ങനെ ആ വൈക്കിൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാൻ തുടങ്ങി. 2ാമത് ഞാൻ എഴുതി വെച്ചത്, കർത്താവേ എന്റെ തലമുറയ്ക്ക് ഗൾഫിൽ പോകണം. 3 വർഷവും 6 മാസവും പ്രാർത്ഥിച്ചപ്പോ എന്റെ തലമുറ ബഹറിന്റെ ദേശത്ത് ആമി കടന്നു പോകാൻ ഇടയായി. അവൻ 21 ആമി വയസ്സേ ഉള്ളൂ. എന്റെ ദൈവം എന്നോട് ചോദിച്ചത്, നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന്. തന്ന വാഗ്ദത്ത വചനവും ഹല്ലേലൂയ. അങ്ങനെ പൈതല് ആമീൻ 2005 നവംബർ മാസത്തിൽ ഗൾഫിന്റെ ദേശത്ത് കടന്നുപോയി. ആമയ്ക്ക് ഷിപ്പയിലെ ക്ലീനിങ്ങിന് വേണ്ടിയാ അവനെ കൊണ്ടുപോയത്. 7 പേര് പോകാൻ ഒരുങ്ങി. ഒരാള് മാറിയ സ്ഥാനത്ത് മോനെ വിട്ടു. മോനെ അറിയാമെന്ന ജോലി പെയിന്റിങ് അറിയാം, ഡ്രൈവിംഗ് അറിയാം. ഹല്ലേലൂയ. അല്ലാതെ വേറെ യാതൊരു ജോലിയും പഠിച്ചിട്ടില്ല, ഒന്നും അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഷിപ്പയിലെ ക്ലീനിങ്ങിന് വേണ്ടി കൊണ്ടുപോയി. 3ാമത്തെ ദിവസം എന്റെ മോന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഭയങ്കര ബുദ്ധിമുട്ടാ, ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല മോനെ, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. 4ാമത്തെ ദിവസം അവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കടന്നു വന്നിട്ട് എന്റെ മകനോട് ചോദിച്ചു, ദൈവത്തിന് സ്തോത്രം, ആമി മെക്കാനിക്കൽ അറിയാമോ എന്ന് ചോദിച്ചു. അന്നേരം എന്റെ കുഞ്ഞു പറഞ്ഞ് അറിയാമെന്ന്. കാരണം അവൻ പഠിച്ചതല്ല. ഏതൊരു ജോലി കണ്ടാലും ചെയ്യാൻ ദൈവം ഒരു കഴിവ് അവന് കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ മെക്കാനിക്കൽ ജോലിയിലേക്ക് കയറുവാനിടയായി. ഇന്ന് ഷിപ്പ്യാർഡിൽ സൂപ്പർവൈസറായി മെക്കാനിക്കൽ ജോലി ദൈവം അവനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബമായി അവര് അവിടെ ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്റെ ദൈവം വാക്ക് പറഞ്ഞ മാറുന്ന ദൈവമല്ല. വിളിച്ചിട്ട് അവൻ വഴിയിൽ ഇട്ടേച്ചു പോകുന്ന ദൈവമല്ല. കർത്താവ് ഉവേ എന്ന് പറഞ്ഞാൽ ഉവേ എന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും മാത്രമോ. അങ്ങനെ ഹല്ലേലൂയ കുഞ്ഞിന് ജോലി ലഭിച്ചു. 2004 ആമീൻ എന്റെ ഇളയ പൈതല് ആമീൻ +2 കഴിഞ്ഞിട്ട് ഹല്ലേലൂയ വൈവ് സ്കൂളിൽ കടന്നുപോയി. അവന് ഹല്ലേലൂയ ലോകത്തിൽ ഒന്നും വേണ്ട. വൈവ് സ്കൂളിൽ കടന്നുപോയി. പാസ്റ്ററായാൽ വചനം പഠിച്ച് പാസ്റ്ററായാൽ മാത്രം മതി. വീട്ടിൽ പട്ടിണിയ, പ്രതികൂലമാ, ആഹാരമില്ല, വസ്ത്രമില്ല, പഠിപ്പിക്കാൻ നിവൃത്തിയില്ല, ഒന്നുമില്ല. എങ്കിലും അവന് കർത്താവിന്റെ വേല ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നും ഈ ലോകത്തിൽ വേണ്ട. അങ്ങനെ ഹല്ലേലൂയ ദൈവവചനം പഠിക്കാനായി കൊട്ടാരക്കര ഹല്ലേലൂയ വൈവ് സ്കൂളിൽ പൈസ കൊടുക്കാതെ പഠിക്കുന്ന സ്കൂളിലേക്ക് അവൻ കടന്നുപോയി. അവിടെ കടന്നുപോയി 2 മാസം പഠിച്ച് അവൻ അവധിക്ക് എല്ലാ കുഞ്ഞുങ്ങളും ഭവനത്തിലേക്ക് കടന്നു പോകാൻ ഒരുങ്ങി. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ എല്ലാവരും വീട്ടിലേക്ക് പോവാ, എനിക്ക് മാത്രം പൈസ ഇല്ല വരാന്. എനിക്ക് 50 രൂപ വേണം വണ്ടിക്കൂലി. പത്തനംതിട്ടയെന്ന് കൊട്ടാരക്കരയെന്ന് പത്തനംതിട്ട വരണമെങ്കിൽ 50 രൂപ വേണം. ഞാൻ പറഞ്ഞു, മോ പ്രാർത്ഥിര്, പൈസ കർത്താവ് തരുമെന്ന് പറഞ്ഞു. ഏലിയാവിന് കാക്ക ഒരുക്കെങ്കിൽ വൈവ് സ്കൂളിൽ കാക്ക കടന്നു വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ കുഞ്ഞെന്നോട് ചോദിച്ചു, 17 വയസ്സേ ഉള്ളൂ. ഈ കുഞ്ഞെന്നോട് ചോദിച്ചു, അമ്മേ വൈവ് സ്കൂളിൽ ഏത് കാക്ക വരാനാണെന്ന്. ഞാൻ പറഞ്ഞു, കാക്ക വരും മോനെ, മോൻ പ്രാർത്ഥിച്ചാ മതി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഓരോരുത്തരായി സ്കൂളിലെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ ഒരു ദൈവദാസൻ തന്റെ മകനെ കൊണ്ടുപോകാൻ ആ വൈ സ്കൂളിലേക്ക് കടന്നു വന്നു. ആ ദൈവദാസനോട് ദൈവാത്മാവ് ഇടപെട്ടു. 50 രൂപ എടുത്ത് കുഞ്ഞിന് കൊടുക്കണമെന്ന്. കുഞ്ഞിന് 50 രൂപ വെച്ച് നീട്ടിയപ്പോ കുഞ്ഞു പറഞ്ഞു, വേണ്ട പാസ്റ്റർ എന്റെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, ദൈവം എന്നോട് പറഞ്ഞു നിനക്ക് തരാൻ. ആ 50 രൂപ വാങ്ങിയിട്ട് എന്നെ വിളിച്ചു, അമ്മേ വൈവ് സ്കൂളിൽ കാക്ക കടന്നു വന്നെന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസയുമായി ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങളുടെ സഭയിലുള്ള വരുന്ന ഒരമ്മച്ചിയുടെ കൊച്ചുമകള് ഞങ്ങളുടെ വീട്ടിൽ എല്ലാ വ്യാഴാഴ്ചയും പ്രാർത്ഥനയോ. ആ അമ്മച്ചി എന്നോട്, ഞങ്ങളുടെ സഭയിലുള്ള ഒരമ്മച്ചി എന്നോട് വിളിച്ചു പറഞ്ഞു, മോളി നാളെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരത്തില്ല. കാര്യം തിരക്കിപ്പോ എന്നോട് പറഞ്ഞു, അതിന്റെ അമ്മച്ചിയുടെ കൊച്ചുമകള് മേൽ മുഴുവനും ശരീരം മുഴുവനും ചൊറിഞ്ഞു പൊട്ടി.
ആമയും വെള്ളവും ആമയും രക്തവും കൂടെ ഇങ്ങനെ ഒലിച്ചു കൊണ്ടിരിക്കുക. എവിടെല്ലാം കൊണ്ടുപോയി പ്രാർത്ഥിക്കാമെന്നിടമെല്ലാം പ്രാർത്ഥിച്ചു, ചികിത്സിക്കാമെന്ന് ചികിത്സയെല്ലാം ചെയ്തു. അതിനൊരു വിടുതലുമില്ല. അതിനെ പ്രകൃതി ചികിത്സയ്ക്ക് കൊണ്ടുവന്നിട്ട് അതിന്റെ മാതാപിതാക്കൾ മദ്രാസിലേക്ക് കടന്നുപോയിരിക്കുവാണെന്ന് പറയുവാനിടയായി. 2004 നടന്ന കാര്യമായത്. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇത് കേട്ടിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വന്നൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എന്റെ കൊച്ചുമോനും അവധിക്ക് വന്ന സമയത്ത് ആ വീട്ടിലേക്ക് പ്രാർത്ഥിക്കാൻ കടന്നുപോയി. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവനോട് പറഞ്ഞു, അതിന്റെ മേത്തോട്ട് കരം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ ദൈവം എന്നെ ഒരു വെളിപ്പാട് കാണിച്ചു. നീ ബന്ധിച്ച് ഇട്ട ബന്ധനമോ, ഇത് രോഗമല്ല എന്ന് പറയുവാനിടയായി. പ്രാർത്ഥിച്ചിട്ട് ഞാൻ കടന്നു പോന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ എഴുന്നേൽപ്പെട്ടപ്പോൾ എന്റെ താടി മുഴുവനും ചൊറിഞ്ഞ് തടിക്കുവാനിടയായി. ഞാൻ ഇച്ചിരി എണ്ണ എടുത്ത് എന്റെ കരത്തിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചു. അപ്പ പറഞ്ഞു, സാത്താനെ, നീ തന്ന അധികാരത്തിലല്ല, എന്റെ ദൈവം തന്ന അധികാരത്തില ഞാൻ കടന്നുപോയി പ്രാർത്ഥിച്ച എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. രാവിലെ എനിക്ക് ഫോണ്, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, എന്റെ മാതാപിതാക്കള് ആമീൻ മദ്രാസിൽ നിന്ന് വന്നപ്പോ ഈ പൈതൽ ഒരു പാട് പോലും ഇല്ലാതെ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ആ ഒറ്റ രാത്രി കൊണ്ട് ദൈവം അവളെ സൗഖ്യമാക്കി. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കൾ വന്നപ്പോ വല്യമ്മയോട് ചോദിച്ചു, ഇതെന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഇവിടെ ഒരു ഡോക്ടർ വന്ന് കാണിച്ചതാ. അന്നേരം പിതാവ് പറഞ്ഞു, അമ്മയെ പ്രകൃതി ചികിത്സ ചെയ്യുമ്പോ വേറൊരു ചികിത്സ ചെയ്യല്ലെന്ന് അമ്മയോട് പറഞ്ഞതല്ലയോ ചോദിച്ചു. അന്നേരം ഈ കൊച്ചു പറഞ്ഞു, അല്ല പപ്പ, ഇവിടെ ഒരു ആന്റി വന്ന് പ്രാർത്ഥിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ആ ഭവനത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായി വിളിച്ചു. ഞങ്ങൾ അവിടെ കടന്നു എന്ന് ഞാനും മോനും കൂടെ അവിടെ കടന്നു എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ വലിയൊരു വീട, ഒരു ഹോള്, അത് നായന്മാരുടെ വസ്തു അവര് മേടിച്ച് ചേട്ടനനിയന്മാര് വിറ്റിട്ട് പോകാൻ ചെയ്ത പ്രവൃത്തിയായിരുന്നു. അത് ഇവര് ഈ വസ്തു മേടിച്ച് വീടും കൂടെ താമസം തുടങ്ങിയപ്പോൾ മുതല് ഈ കൊച്ചിന് രോഗമായി. അനേക ദൈവദാസന്മാർ അവിടെ കടന്നു എന്ന് പ്രാർത്ഥിച്ചിട്ട് വിടുതലാണെന്ന് പറഞ്ഞ് അവര് കടന്നു പോകും. ആ മകൾ എന്നോട് പറഞ്ഞു, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ മകൾ എന്നോട് പറഞ്ഞു, ആന്റി, എല്ലാ ദൈവദാസന്മാരും കടന്നു വന്ന് പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകും, വിടുതൽ കിട്ടിയെന്ന് പറഞ്ഞു. അന്ന് രാത്രി കാറ്റുപോലൊരു സൗണ്ട് എന്റെ അടുക്കലോട്ട് വന്നിട്ട്, ഞാൻ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയും. ആന്റി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വീട്ടിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഹാൾ അടച്ചിട്ട് ചെരുപ്പ് ഞങ്ങൾ വാതുക്കലിട്ട് സ്റ്റെപ്പിലിട്ടിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ ദൈവാത്മാവെന്നെ 2 വെളിപ്പാട് കാണിച്ചു. ഒന്ന്, ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് ചോദിക്കുന്ന ചോദ്യം ഒരു ദൂതൻ ആ ഭവനത്തിൽ ഇറങ്ങി ആ ഭാരമുള്ള കല്ലിനെ ഉരുട്ടി മാറ്റുന്ന കാണിച്ചാൻറ്റി. ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വിടുതൽ അവിടെ നടക്കുമ്പോ ആ ഭവനം അടച്ചിട്ടിരുന്ന വാതിലിന് വന്ന് ശത്രു സൗണ്ടില് ആ കതവിനെ അടിച്ചു. ഞങ്ങൾ ഇട്ടിരുന്ന ചെരുപ്പ് തട്ടി എറിയുവാനിടയായി. അങ്ങനെ ഹല്ലേലൂയ, അങ്ങനെ ആ ഭവനത്തിൽ നിന്ന് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആ ഭവനത്തിൽ നിന്ന് ശത്രു എന്നേക്കുമായി വിട്ടുപോകുവാനിടയായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ വിടുതൽ മുഖാന്തരം അവിടെ ഞങ്ങൾ ഒരു സഭായോഗം നടത്തി. അനേകരവിടെ വിടുതലിന് വേണ്ടി ആമേൻ ഹല്ലേലൂയ ഈ വാർത്ത ദേശത്തൊക്കെ പരന്നു. തലമുറകളില്ലാത്തവര്, രോഗികള് ഒക്കെ ആ ഭവനത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായി കടന്നു വരുവാനിടയായി. ആമേൻ ഹല്ലേലൂയ. ഒരു നായർ സമുദായത്തിൽ നിന്നും ഒരു ഹല്ലേലൂയ മകള് അവിടെ പ്രാർത്ഥിക്കാനായി കടന്നു വന്നു. ഒരു പട്ടാളക്കാരന്റെ ഭാര്യ ഈ വിടുതൽ കേട്ടോണ്ട് അവിടെ കടന്നു വന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേത്ത് കരം വെച്ച് പ്രാർത്ഥിച്ചു. ചില വെളിപ്പാടുകൾ അറിയിച്ചപ്പോ ഇതെന്നെ കെട്ടിപ്പിടിച്ച് കരയുവാനിടയായി. സത്യം പറഞ്ഞാൽ ഞാനും പേടിച്ചു പോയി. ഞാൻ ഓർത്ത് പിശാചിളകിയിട്ട് ഹല്ലേലൂയ അവൻ എന്റെ നേരെ വരുവാണെന്നല്ല, അവൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യം ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയപ്പോ അവൾക്ക് സഹിക്കുവാൻ കഴിയാതെ ആ സങ്കടവും ആ വിഷമം കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവം എന്നെ പിന്നീട് കൃപാവരങ്ങള് ദൈവം എന്നെ നിറച്ചു. ആർക്കും അഴിച്ചു വിടാൻ കഴിയാത്ത ബന്ധനങ്ങളെ അറുത്തു വിടുവാൻ ദൈവം ഇടയാക്കി. രോഗികളെ കർത്താവ് സൗഖ്യമാക്കി. ദൈവത്തിന് സ്തോത്രം. ഇന്നുവരെയും ദൈവം ചെയ്ത വിടുതലുകൾ അനവധി അനവധി അനവധിയാ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ചിട്ട് ആലയിൽ തള്ളിക്കളഞ്ഞ വിഷയങ്ങള്, ഡോക്ടർമാര് കൈയൊഴിഞ്ഞ വിഷയങ്ങള്, എല്ലാവരും തള്ളിക്കളഞ്ഞ വിഷയങ്ങളെല്ലാം ജീവിതത്തിൽ ഹല്ലേലൂയ എന്റെ മുമ്പിലേക്ക് വരും. അങ്ങനെ കടന്നു പോകും. പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് വിടുതലുകൾ കർത്താവ് ചെയ്യിപ്പിച്ചെന്നാൽ മറുഭാഗത്ത് ഭവനത്തിനകത്തിൽ പ്രതികൂലങ്ങള് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഉറങ്ങാൻ കഴിയാത്ത ദിവസങ്ങൾ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഹല്ലേലൂയ പൈതല്
2005 ഗൾഫിലേക്ക് കടന്നുപോയി. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചതിന്റെ പ്രിയപ്പെട്ടവന് ഹല്ലേലൂയ ഗൾഫിലേക്ക് കടന്നു പോകണം. ഒന്നും തന്നില്ല എങ്കിലും ഭവനത്തിനകത്തെ സമാധാനം ഉണ്ടാകുമല്ലോ എന്നോർത്താ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, എഴുതി വെച്ചത്. അങ്ങനെ പ്രിയപ്പെട്ടവൻ 2006 കടന്നുപോയി. 3 വർഷവും 8 മാസവും പ്രാർത്ഥിച്ചപ്പോൾ പ്രിയപ്പെട്ടവൻ കടന്നുപോയി. 4ാമത്തെ എന്റെ എഴുതി വെച്ച വിഷയം ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ അവിടുത്തെ സ്ഥലം വിറ്റുമാറണം. ആമേൻ ഹല്ലേലൂയ 6 വർഷം ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു ആ സ്ഥലം വിറ്റുമാറുവാൻ. 2009 ആമേൻ അത് വിറ്റുമാറി. ഈ കോന്നിയുടെ പ്രദേശത്തേക്ക് ഞങ്ങൾ കടന്നു വരുവാനിടയായി. 2000 റാന്നിയില് സർക്കസ് നടക്കുമ്പോൾ പ്രിയപ്പെട്ടവൻ ഒരു മാലയും ചെയിനും എടുത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ മാലയും ചെയിനും ഇട്ട് നീ എന്റെ കൂടെ സർക്കസ് കാണാൻ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഉപേക്ഷിച്ചത് ഒരിക്കലും ഞാൻ തിരിച്ചെടുക്കത്തില്ല, ഒരിക്കലും ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. എന്റെ പുറത്തന്നെ ചവിട്ടിയിട്ട് ആമീൻ എന്നെ കട്ടളപ്പടി എന്ന് താഴെ ഇട്ടിട്ട് ദൈവത്തിന് സ്തോത്രം എന്റെ ആമീൻ ഗ്യാസ് തുറന്നു വിട്ടു, എന്നെ എന്റെ കുഞ്ഞുങ്ങളെയും കൂടെ കൊല്ലുവാനും. ഹല്ലേലൂയ ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നത് 1-2 സാധനങ്ങളെ ഉള്ളൂ. അത് മൊത്തം അടിച്ചു പൊട്ടിച്ച് വല്ലാത്ത ഒരവസ്ഥയില് ഒരലമാരിയൊക്കെ ചവിട്ടി നിമിഷം കൊണ്ട് പൊട്ടിച്ച് ഹല്ലേലൂയ ആമീൻ കളയുന്ന അനുഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, എന്തെല്ലാമായാലും ഞാൻ ദൈവസന്നിധി വിട്ടു വരത്തില്ല എന്ന് തീരുമാനമെടുക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം, താനാ വഴി കടന്നുപോയി. 3 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ച് ഭവനത്തിലേക്ക് മടങ്ങി വന്നു. എവിടായിരുന്നു, എങ്ങനായിരുന്നു എന്ന് ചോദിക്കാൻ കഴിയത്തില്ല. ഒറ്റ കാര്യമുള്ളൂ, നീ ദൈവസന്നിധിന്ന് മടങ്ങി വന്നാൽ, പള്ളിയിൽ തന്നെ വന്നാൽ, എന്റെ മാതാപിതാക്കൾ പോകുന്നിടത്ത് നീ വന്ന് ഞാൻ ഈ കുടി നിർത്തി നിന്റെ കൂടെ ആമേൻ ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ ഉപേക്ഷിച്ചേച്ച് പോയാലും ശരി, എന്റെ ദൈവത്തെ മറന്ന് ഹല്ലേലൂയ എന്റെ ദൈവത്തെ മറന്ന് ജീവിക്കത്തില്ലെന്ന് അങ്ങനെ ഹല്ലേലൂയ ആ അനുഭവത്തിൽ നിന്ന് കടന്നുപോയി. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ പ്രായമായി. കുഞ്ഞുങ്ങളുടെ വിഭാഗം ആമീൻ 2 കുഞ്ഞുങ്ങളുടെ വിഭാഗം എങ്ങനെ നടക്കും? എല്ലാവരും എന്നോട് ചോദിച്ചു. ഒരു ദിവസം പോലും സമാധാനമില്ലാത്ത ഭവനത്തില് ആമീൻ പിതാവ് ഇങ്ങനെ വെള്ളമടിച്ചു മദ്യപിച്ചു വഴക്കുണ്ടാക്കി ആമീൻ പട്ടിണി കിടക്കുന്ന ഭവനത്തില് ആര് കുഞ്ഞുങ്ങളെ ആമീൻ പെൺമക്കളെ അവർക്ക് ഭാര്യയായിട്ട് തരുമെന്ന് എന്നോട് എന്റെ സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ടവർ, രക്തബന്ധങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ എന്റെ ദൈവം എനിക്ക് ഹല്ലേലൂയ സമയമാകുമ്പോ മറുപടി തരുമെന്ന് പറയുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ 4 വർഷം കൊച്ചു പൈതൽ അവിടെ പഠിച്ചു. വലിയ മോനെ ഹല്ലേലൂയ 2009 ആമീൻ ആമീൻ ഹല്ലേലൂയ ഞങ്ങൾ വസ്തു വിൽക്കുന്നതും മോന്റെ വിവാഹം നടക്കുന്നതും ഒരുപോലെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആമീൻ ആമീൻ ആര് തലമുറകളെ തരുമെന്ന് ചോദിച്ചെടുത്ത് 25 വയസ്സ് കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാ എന്റെ മൂത്ത പൈതലിന് 25 വയസ്സ് തികഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, മാതാപിതാക്കൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ തലമുറകൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് എവിടെയും ഞാൻ പറയും. ദൈവത്തിന് സ്തോത്രം. 2005 എന്റെ മകൻ കൂട്ടുകാരുമായി കുളിക്കുവാൻ ആമീൻ കുമ്പഴയാറ്റിലെ കുളിക്കാൻ കടന്നുപോയി. ആമീൻ ഒരു കയത്തിൽ എല്ലാവരെയും ദൂരെ നിർത്തിയിട്ട് മകൻ ആമീൻ കയത്തിൽ ആമീൻ അകറ്റി നിർത്തിയിട്ട് മകനെ കല്ലിൽ വെള്ളത്തിൽ ഇറങ്ങി. കയത്തിലേക്ക് മോൻ കടന്നുപോയി. രക്ഷിക്കുവാൻ ആരുമില്ല. കൂടെ നിന്നവരെല്ലാം വിളിച്ചു കൂവി. ആമീൻ അവിടെ നിന്ന് ദൈവത്തിന് സ്തോത്രം. എങ്ങനെ പൈതല് രക്ഷപ്പെട്ടെന്ന് ഒരിക്കലും അറിയത്തില്ല. ദൈവം അവനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. എന്നോട് പറയാതിരുന്നപ്പോൾ ഒരു കൂട്ടുകാരന്റെ മാതാവ് അറിഞ്ഞു. എന്റെ ആമീൻ നിന്റെ അമ്മയോട് ഞാൻ പറയുമെന്ന് പറഞ്ഞപ്പോ എന്റെ മകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു കത്തോലിക്കക്കാരിയാ. അവളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കരയാൻ ഒരാകാറ് വീട്ടിലുള്ളിടത്തോളം കാലം ഏത് കയത്തിൽ പോയാലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ പുറത്തു വരുമെന്ന് എന്റെ തലമുറ പറയുവാനിടയായി. ആളുകൾ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അമ്മയുടെ കണ്ണുനീരാണെന്ന് ഇന്നും പറയുന്ന ഒരനുഭവം ജീവിതത്തിലുണ്ട്. കാരണം അതേ അനുഭവത്തില് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം സഹിച്ച് ആമീൻ നിൽക്കുവാനിടയായി. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ആമീൻ ചവിട്ടുപീടി തൊഴി ആമീൻ ഒരുപാട് കൊണ്ടു. നടുവിലും ദൈവം ഞങ്ങളെ നിലനിർത്തി. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കയില്ല. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ലെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം കൂടെ ഇരുന്ന് നടത്തുവാൻ ആമീനിടയായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 2005 ആമീൻ ഹല്ലേലൂയ ബാംഗ്ലൂരിന്റെ പ്രദേശത്ത് ശുശ്രൂഷയ്ക്കായി ഞാൻ കടന്നുപോയി.
9 ദിവസം ഹല്ലേലൂയ ശുശ്രൂഷയും കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അത് ഞങ്ങളുടെ സഭയില് ആമേൻ ഹല്ലേലൂയ ഒരു ആമേൻ ഞങ്ങളുടെ ആമേൻ സഭയ്ക്ക് സ്ഥലം കൊടുത്തു. ആമേൻ ഒരു സാറ് ഹല്ലേലൂയ ആമേൻ ചുമയാൽ ഭാരപ്പെട്ടു. 7 വർഷം ആ വ്യക്തി ചുമച്ചു. ദൈവത്തിന് സ്തോത്രം. ചുമ എന്തെല്ലാം മരുന്ന് ചെയ്താലും ആ ചുമ മാറത്തില്ല. അങ്ങനെ ഒരു ദിവസം എന്നോട് വിളിച്ചു പറഞ്ഞു, മോളി ആമേൻ സാറിന് വേണ്ടി പപ്പായിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആ അമ്മാമ്മ എന്നോട് വിളിച്ചു പറഞ്ഞു. ഞാനൊരു ദിവസം പ്രാർത്ഥിച്ചിട്ട് കിടന്നു. രാത്രി പ്രാർത്ഥിച്ച് കിടന്നു കഴിഞ്ഞു. വെളുപ്പായപ്പോൾ 5 മണിയായപ്പോൾ ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചു. ഒരു പ്ലാന്തടിയോടുള്ള ബന്ധത്തില് ബന്ധിച്ച ഒരു ബന്ധനമാണെന്നും, രോഗമാണെന്നെങ്കിൽ രോഗമാണെന്നും, ബന്ധനമാണെങ്കിൽ ബന്ധനമാണെന്നും ദൈവം വ്യക്തമായി ഇടപെടും. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിളിച്ചു പറഞ്ഞു, അമ്മാമ്മേ ഇന്ന പോലെ ദൈവം എന്നെ ഒരു വിഷയം കാണിച്ചു എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, മോളി 22 വർഷം വീട് പണിതിട്ട് ഒരു ഭയങ്കര പണക്കാരാ. ദൈവത്തിന് സ്തോത്രം. വലിയ വീട്. അവിടെ ആമി വീട് കാണാൻ വരെ അനേകർ അവിടെ ചെല്ലുമായിരുന്നു. അതുപോലെ ആമി കാശുള്ള ഒരു കുടുംബമാ. അവരെ കല്യാണയുടെ വീട്ടിൽ നിന്ന് രോഗം ഒഴിയത്തില്ല. അങ്ങനെ അവരെ സാമ്യം ബന്ധക്കോസിൽ ചേർന്ന് ബന്ധക്കോസിൽ സഭ പണിയ സ്ഥലം കൊടുത്തു. ആ സഭയിലാണ് ഞാനും കടന്നുപോയത്, ചർച്ചകോടിന്റെ സഭയില്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിഷയം വെളിപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ ഞാൻ അമ്മയെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ ഫോൺ വെച്ച് ഹാളിന്റെ മുകളിലാ പാസ്നേജ് പണിതത്. പാസ്നേജ് പണിയാൻ നേരം അതിന്റെ പുറത്ത് ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ഹിന്ദു കുടുംബത്തിന്റെ പ്ലാന്തടി അതിന്റെ പുറത്തോട്ട് കിടന്നു. ആ പ്ലാന്തടി മുറിച്ചു മാറ്റിയതിന് ഈ വ്യക്തി പോയി ബന്ധിച്ച ബന്ധനമാ 7 വർഷം ചുമച്ചത്. ദൈവത്തിന് സ്തോത്രം. എന്നാല് 10 മിനിറ്റ് അവിടെ കടന്നു ചെന്നിരുന്നു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ആ സാറിന് കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി. 7 വർഷം ചുമച്ച ചുമ 10 മിനിറ്റ് കൊണ്ട് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരു ദൈവദാസന്റെ വൈഫ് ഹല്ലേലൂയ ആമി മാനസിക നിലതെറ്റി പെട്ടെന്ന് ഇരുന്നിരിപ്പില് ആമി രോഗിയായി ഭാരപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. 7 ദിവസം അവര് ഉപവാസം ഇരുന്നു. ഉപവാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഹല്ലേലൂയ കർത്താവിന്റെ ദാസി മാനസിക രോഗിയായി. അറിയാവുന്ന ദൈവദാസന്മാര് പലരും കടന്നുപോയി പ്രാർത്ഥിപ്പാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഒരു വിടുതൽ കാണുവാൻ കഴിയാതെ പലരോട് ഇങ്ങനെ തിരക്കി, ആരെ കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഈ വിഷയത്തിന് വിടുതൽ കിട്ടുമോ ചോദിച്ചു. അങ്ങനെ ഒരാൾ എന്റെ നമ്പര് ഹല്ലേലൂയ ദൈവദാസന് കൊടുത്തു. ആ ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആന്റി ഇന്ന പോലെ ഒരു വിഷയമുണ്ട്, പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ ആമേൻ ചെങ്ങന്നൂര്. ഞാൻ പറഞ്ഞു എനിക്ക് ദൂരെയാ, വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദൈവദാസൻ സങ്കടപ്പെട്ടിട്ട് പറഞ്ഞു, ആന്റി ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാ, ഒന്ന് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. എനിക്ക് ബുദ്ധിമുട്ടായതിന് കുമ്പനാടിന്റെ ദേശത്ത് ആ ദൈവദാസനും കടന്നു വന്നു. 7 പാസ്റ്റർമാര് വന്ന് പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയ വിഷയമാ വിടുതലില്ലാത്തത്. ദൈവകൃപയാൽ അവിടെ കടന്നുപോയി പ്രാർത്ഥിപ്പാനിടയായി. 1-ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, അല്പമായ വിടുതൽ കിട്ടി. 2-ാമത് ആ ദൈവദാസിയുമായി എന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായി. ഇവിടെ കടന്നു വന്നപ്പോൾ ആ ദൈവദാസി ചോദിച്ചു, എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, എനിക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കുവാൻ തുടങ്ങി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ആ ദൈവദാസിയെ വിട്ടു. 3-ാമതൊരു പ്രാവശ്യം കൂടി പോയി പ്രാർത്ഥിക്കണമെന്ന് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ ഇടപെട്ടു. 3-ാമത് ഞാൻ പ്രാർത്ഥിക്കാൻ കടന്നു പോകുമ്പോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നെ ചില വെളിപ്പാട് കാണിപ്പാനിടയായി. ഒന്ന്, ദൈവഹിതമല്ലാത്ത പൈസ ഈ ദൈവദാസന്റെ പോക്കറ്റിലുണ്ട്. 2-ാമത് കലങ്ങിയ വെള്ളം തെളിയുന്നു. ഇങ്ങനെ 2 വിഷയം ദൈവം എന്നെ കാണിച്ചു. ഞാൻ വിളിച്ച് ദൈവദാസനോട് പറഞ്ഞു, പാസ്റ്ററെ ഇന്ന പോലെ 2 വിഷയം ദൈവം എന്നെ കാണിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദൈവദാസൻ എന്നോട് പറഞ്ഞു, ആന്റി പറഞ്ഞത് 2 സത്യമാ. ഒന്ന്, ഇവർ 7 ദിവസം ഉപവാസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ ദൈവദാസി ഒരു സ്വപ്നം കണ്ടു. അവർ അന്ന് വരെ കോരിക്കൊണ്ടിരുന്ന കുളം പെട്ടെന്ന് കലങ്ങിയിട്ട് 3 കരം പൊങ്ങി വന്നു. 1 കരം പിടിച്ചു പൊക്കി. ഇത്ര മാത്രമേ ഇവർക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അവരുടെ മാനസിക നില തെറ്റിപ്പോയി. 2-ാമത് അവര് ഭവന സന്ദർശനത്തിന് കടന്നുപോയപ്പോൾ ഒരു ഹിന്ദു സ്ത്രീ നിർബന്ധിച്ചു കൊണ്ടുവന്ന് ഈ പാസ്റ്ററിന്റെ പോക്കറ്റിൽ പൈസ ഇട്ടു. ഈ 2 വിഷയം ദൈവാത്മാവ് കാണിച്ചു. 3-ാമത് ഞാൻ അവിടെ ചെന്നു കടന്നു പ്രാർത്ഥിപ്പാനിടയായി. കർത്താവ് ആ 3-ാമത്തെ പ്രാവശ്യം പൂർണ്ണമായ സഹോദരിയെ ആ ദൈവദാസിയെ കർത്താവ് സൗഖ്യമാക്കി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. മറുഭാഗത്ത് വേദനയുണ്ട്, മറുഭാഗത്ത് പ്രതികൂലമുണ്ട്, മറുഭാഗത്ത് പ്രശ്നമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാലും അതിന്റെ നടുവിൽ ദൈവം അയക്കുന്നിടത്തൊക്കെ പോ.
ആരൊക്കെ വിളിക്കും അവിടെ എല്ലാം ഞാൻ കടന്നു പോകും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ മരുമകള് ആമേൻ ആമേൻ ഹല്ലേലൂയ ആമേൻ. മൂത്ത മരുമകള് അങ്ങനെ കല്യാണം കഴിഞ്ഞ ഒരു കുടുംബമായി ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ബഹറിന്റെ പ്രദേശത്ത് അവർ കടന്നുപോയി. ആമേൻ. അവർക്ക് ഹല്ലേലൂയ ആമേൻ നടുവിന്റെ ഡിസ്ക് തള്ളി. ആമേൻ ഹല്ലേലൂയ രോഗിയായി അവൾ ഭാരപ്പെട്ട് ആമേൻ ഒരു ജോലിയും ചെയ്യുവാൻ കഴിയാതെ വളരെ ഭാരത്തോട് അവളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഡോക്ടർമാര് പറഞ്ഞ് എത്രയും വേഗം കടന്നുപോയി നാട്ടിൽ പോയി ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്താലും ഇത് സൗഖ്യമാകുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. കോവിഡിന്റെ സമയം കടന്നു വരാൻ കഴിയത്തില്ല. എന്റെ മോൻ എന്നോട് വിളിച്ചു പറഞ്ഞു, അമ്മ നല്ല ഡോക്ടർമാരെ എവിടെങ്കിലും കണ്ടമ്മ തിരക്കി വെക്കണം, അല്ലെങ്കിൽ തിരുമന്ന ആരെങ്കിലും കണ്ടമ്മ അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ചു വെക്കണം. കോവിഡ് കുറയുമ്പോൾ ഞാൻ ഇവിടെ നാട്ടിലേക്ക് അയക്കും, അമ്മ കൊണ്ടുപോയി ചികിത്സിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് കേട്ടിങ്ങനെ ഇരിക്കുമ്പോ ഈ മരുമോൾ എന്നെ വിളിച്ചിട്ട് അവിടെ രോഗവിവരങ്ങളെല്ലാം പറഞ്ഞു. ഒരു പകല് ഹല്ലേലൂയ ഞാൻ എന്റെ ജോലി രാവിലെ വെളുപ്പിനെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്റെ ജോലി ഞാൻ വേഗത്തിൽ തീർക്കും. വേഗത്തിൽ തീർത്തിട്ട് ഞാൻ എങ്ങും പ്രാർത്ഥിക്കാൻ പോകണ്ടാത്ത ദിവസമാണെങ്കിൽ ഭവനത്തിൽ പ്രാർത്ഥിക്കാനിരിക്കും. ആ 10 മണി തൊട്ട് 11 മണി വരെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, മകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഓടി കൂടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവാത്മാവ് എനിക്കൊരു വചനം തന്നു, ഞാൻ നിനക്ക് രോഗശാന്തിയും ആരോഗ്യം വരുത്തും, ഞാൻ സൗഖ്യമാവേ എന്ന് പറഞ്ഞു. ആന്റി ഹല്ലേലൂയ ഞാൻ മകളെ വിളിച്ചു, അവക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സ്പോട്ടിൽ കർത്താവ് അവളെ സൗഖ്യമാക്കി. ദൈവത്തിന് സ്തോത്രം. ഇന്നുവരെയും ഒരു ഓപ്പറേഷൻ ചെയ്യാനോ ഒന്ന് തീരുമാനോ ദൈവം അനുവദിച്ചിട്ടില്ല. കോവിഡ് കുറഞ്ഞു നാട്ടിൽ വന്ന് സകല ജോലിയും ചെയ്ത് ആമേൻ ആമേൻ ഹല്ലേലൂയ അയ്യത്ത് കളച്ച് കപ്പ വരെ ഇട്ടിട്ട് അവള് കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ദൈവം അത്ഭുതകര ദൈവമാ. അതുപോലെ തന്നെ അവള് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആമേൻ അവർക്ക് ആമേൻ പെൺമക്കളാ. ആമേൻ മൂത്ത മകളെ 5.5 വയസ്സായപ്പോൾ ഇളയ മകളെ എന്റെ കൊണ്ട് തന്നിട്ട് മൂത്ത മകളെ കൊണ്ട് പോകാൻ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോ 6ാമത്തെ മാസം പ്രഗ്നന്റ് ആയപ്പോൾ അവള് നാട്ടിലേക്ക് വരാൻ ഒരുങ്ങി. അവിടെ ഡോക്ടർമാര് പറഞ്ഞു, കടന്നു പൊക്കോ, പോയിട്ട് വരുമ്പോ ആമേൻ ഞാൻ ജോലി തരാം, പൊക്കോ എന്ന് പറഞ്ഞ് അവളെ നാട്ടിലേക്ക് വിട്ടു. അവള് നാട്ടിൽ വന്ന് ആമേൻ കുഞ്ഞായി. കുഞ്ഞിനെ എന്റെ ഈ 3 മാസം തികയുന്ന എന്റെ കൈ കുഞ്ഞിനെ തന്നിട്ട് ഹല്ലേലൂയ അവള് തിരിച്ച് ബഹറിലേക്ക് മൂത്ത മകളുമായി കടന്നുപോയി. ഞാൻ പറയട്ടെ ആന്റി, അവിടെ കടന്നു ചെന്നപ്പോ ആ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ ഡോക്ടർമാര് ആമീൻ ആ ഹോസ്പിറ്റലുകാര് പറഞ്ഞു, ഇവിടെ ആളായി ജോലിയില്ല എന്ന് പറഞ്ഞു. ഒരാളെ ജോലി കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. കുഞ്ഞിനെ 5ാം ക്ലാസ്സിൽ 5.5 വയസ്സുള്ള കുഞ്ഞ് അതിനെ പഠിപ്പിക്കണം. ആളിൽ എന്നോട് വിളിച്ചു പറഞ്ഞു, അമ്മേ ആമേൻ ജോലിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ കൂടെ ജോലി ചെയ്യുന്ന ആമേൻ ഒരു കൂട്ടുകാരിയുടെ ഹസ്ബൻഡിന് ആമേൻ വിസായിക്ക് എന്തോ കംപ്ലൈന്റ് ആയിട്ട് ഈ മകളും ഹസ്ബൻഡും കൂടെ നാട്ടിലേക്ക് കടന്നു പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ഥാനത്തേക്ക് ഈ മരുമകളെ ജോലിക്കെടുത്തു. മരുമകൾ ജോലിക്ക് കയറി 2 ദിവസം കഴിഞ്ഞപ്പോ പറയുന്നു, അവിടെ ഹസ്ബൻഡിന്റെ വിസായിക്ക് ഒരു കംപ്ലൈന്റും ഇല്ലെന്ന്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരു മൊർദെഖായിയെ മാനിക്കാൻ സമയമായപ്പോൾ ആമാൻ കഴിമരമൊരുക്കി കാത്തിരുന്നാലും ഹല്ലേലൂയ ആരെ ആമേൻ യഹോവയുടെ ഹൃദയം നീർത്തോട് കണക്കെ, രാജാവിന്റെ ഹൃദയം നീർത്തോട് കണക്കെ യഹോവയുടെ കയ്യിലിരിക്കുന്നു. അവൻ അതിഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുന്ന ദൈവം. ഒരാളെ മാറ്റിവെച്ച് ആ സ്ഥാനത്തേക്ക് ആമേൻ ദൈവം എന്റെ മരുമകളെ കയറ്റി ജോലിയിൽ പ്രവേശിപ്പാനിടയായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇവളും കയറി, ആ കൂട്ടുകാരിയും പിന്നെ അവിടെ ജോലി ചെയ്യുവാനിടയായി. ദൈവത്തിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ കൊച്ചുമകന് ദൈവവചനം പഠിച്ച് കടന്നു വരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. എന്നോട് പറഞ്ഞു, അമ്മേ കല്യാണം കഴിക്കണം, എവിടെങ്കിലും സഭാചാർജ് വേണമെങ്കിൽ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവന് നല്ല ഒരു ഒരു ദൈവദാസന്റെ കൂടെ ചില നാളുകൾ ശുശ്രൂഷയ്ക്ക് നിന്നു. ആ ദൈവദാസന് 8 വർഷം ഇരുന്ന ഒരു സഭയില് ഒരു മകളെ ആ ദൈവദാസൻ തന്നെ ആലോചിച്ച് 24 വയസ്സ് തികയുന്നത് കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാ 24 വയസ്സ് തികഞ്ഞത്. ഇന്ന് 30-35 വയസ്സായി. നല്ല കുടുംബം, പാരമ്പര്യമുള്ളവര്, നന്മയുള്ളവര്, ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും കെട്ടിക്കാതെ നിൽക്കുമ്പോൾ, കെട്ടാതെ ഇരിക്കുമ്പോൾ, വെള്ളമടിക്കുന്ന വ്യക്തിക്ക് എന്റെ ഭവനത്തിൽ ആര് തലമുറകളെ തരുമെന്ന് ചോദിച്ച സ്ഥാനത്ത്
25 24 വയസ്സായപ്പോൾ എന്റെ 2 കുഞ്ഞുങ്ങളും കല്യാണം കഴിപ്പാനിടയായി. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നോട് ചോദിച്ചത്, നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ വായകളൂർ ആ സാറിന് വിടുതൽ കിട്ടിയത് നിമിത്തം ആ സാറും കുടുംബം എന്നെ വായകളുടെ പ്രദേശത്തേക്ക് കൊണ്ടുപോയി. 9 ദിവസം വായകളുടെ പ്രദേശത്ത് ഞങ്ങൾ നിന്ന് വലിയ വിടുതലിന്റെ ശുശ്രൂഷ കർത്താവോട് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഭവനത്തിലേക്ക് കടന്നു വരുന്ന അന്ന് രാത്രി ദൈവം എന്നോട് സംസാരിച്ചു, വിസയ്ക്ക് വിസ എടുത്തു തരും, നീ വരണം വരണം വരണമെന്ന് 3 പ്രാവശ്യം വ്യക്തമായി ദൈവം എന്നോട് സംസാരിപ്പാനിടയായി. ഞാൻ പറഞ്ഞു, അന്ന് ഹല്ലേലൂയ, ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളോ ഒന്നും ഗൾഫിന്റെ ദേശത്ത് കടന്നു പോയിട്ടില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ എന്നോട് സംസാരിച്ചു, എനിക്ക് 1 പ്രാവശ്യം കൂടെ ദർശനം തരണമെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തിലെ ഗിദെയോൻ അടയാളം ചോദിച്ചതുപോലെ ഞാൻ ദൈവത്തോട് അടയാളം ചോദിച്ചു. എന്റെ ദൈവം എന്നോട് പറഞ്ഞു, ഒരു ദൈവദാസന് എന്നോട് പറയുക, ഗൾഫിൽ കടന്നു പോയിട്ട് വരുമ്പോ 2 വെള്ള ഷർട്ടിന് തുണിയ് എനിക്ക് കൊണ്ടുതരണമെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എനിക്ക് ഉറപ്പായി അതിൽ ദൈവം എന്നോട് സംസാരിച്ചു. ദൈവം എനിക്ക് ദർശനം തന്നു. അത് കഴിഞ്ഞ് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, എനിക്ക് പാസ്പോർട്ട് എടുക്കാൻ പൈസ ഇല്ല, എനിക്ക് പാസ്പോർട്ട് എടുക്കണമെങ്കിൽ കർത്താവ് എനിക്ക് പൈസ തരണം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ പോലും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു സഹോദരിക്ക് വേണ്ടി ഫോണിൽ കൂടെ ഗൾഫിലുള്ള ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ വിഷയത്തിന് ദൈവം വിടുതൽ കൊടുത്തപ്പോൾ ആ സഹോദരി ആമീൻ ഹല്ലേലൂയ എനിക്ക് വേണ്ടിയതായ പാസ്പോർട്ട് എടുക്കാനുള്ള പൈസയും ആമീൻ ചില സാധനങ്ങളും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സഹോദരന്റെ കയ്യില് എനിക്ക് കൊടുത്തു വിടുവാനിടയായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഞാൻ ആ പൈസ കൊടുത്ത് പാസ്പോർട്ട് എടുക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. 2017 ഹല്ലേലൂയ ഞാൻ ഗൾഫിന്റെ ദേശത്ത് കടന്നു പോകുവാനിടയായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവിടെ കടന്നു ചെന്ന് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഞാനും ആമേൻ ആമേൻ 9 മാസമായ കുഞ്ഞിനെ കൊണ്ട് ഗൾഫിന്റെ ദേശത്ത് ആദ്യമായിട്ട് കടന്നു പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഞങ്ങൾ എയർപോർട്ടില് ആമേൻ കയറി. ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ പേപ്പറുകൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ മോന്റെ പാസ്പോർട്ടിന്റെ കോപ്പി എന്റെ കയ്യിലില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടെ കയറി ചെക്കിങ് നടക്കുമ്പോ ഹല്ലേലൂയ സാർ എന്നോട് പറഞ്ഞു, പാസ്പോർട്ടിന്റെ കോപ്പി തരാനോ. ഞാൻ നോക്കുമ്പോ എന്റെ പാസ്പോർട്ടിന്റെ കോപ്പി ഇല്ല. ഇന്ത്യൻ എംബസിയുടെ പേപ്പറുണ്ട്, പാസ്പോർട്ടിന്റെ കോപ്പി ഇല്ല. എന്നോട് പറഞ്ഞു മാറി അവിടെ നിൽക്കാൻ. ഞാൻ അവിടെ നിന്ന് ഒരു 10 സ്തോത്രം പറഞ്ഞു. 10 സ്തോത്രം പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, വാ പൊക്കോ, ഇനിയും വരുമ്പോൾ കൊണ്ടുവരണമെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്റെ മോൻ എന്നോട് ചോദിച്ചു, അമ്മ എന്നെ ഒന്ന് വിളിച്ചാ പോരായിരുന്നോ, ഞാൻ ഇട്ട് തന്നേനെ മരുന്ന്. അന്ന് എനിക്ക് വാട്സപ്പോ ഫേസ്ബുക്കോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, മോനെ, അതിലും വേഗത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം എന്റെ കൂടുള്ളപ്പോ, സ്തോത്രത്തിന് വിലയുള്ളപ്പോ മോനെ എന്തിനാ ഞാൻ വിഷമിപ്പിക്കുന്നത്. എന്റെ മോൻ എന്നോട് പറഞ്ഞു, അമ്മ ഇവിടെ കടന്നു വരുന്നിടം വരെ എനിക്ക് സമാധാനമില്ല. കാരണം 9 മാസമായ കുഞ്ഞിനെ കൊണ്ട് ആദ്യമായിട്ട് പ്ലെയിനിൽ കയറുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്ക, വലിയവനായ ദൈവം എന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ആമേ സമാധാനത്തോട് കടന്നു ചെല്ലുവാനിടയായി. അവിടെ കടന്നു ചെന്ന് എന്നെ എന്റെ മകന്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കുന്നിടം വരെ ദൈവം ഒരു വ്യക്തിയെ എനിക്ക് വേണ്ടി ഒരുക്കി. ദൈവം കരുതുന്ന ദൈവമോ. ദൈവത്തിന്റെ കരുതല് അതാ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തില് തോന്നിയിട്ടില്ലാത്തത് കരുതുന്ന ആമേൻ ആമേൻ ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 2 പറയുന്നത് പോലെ കർത്താവിന്റെ കരുതൽ ആർക്കും ആമേൻ ഗ്രഹിച്ചുകൂടാത്തത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവന് 2006 ഗൾഫിൽ കടന്നുപോയി. ഞാനും എന്റെ മാതാവും കൂടെ എന്റെ ഭവനത്തിൽ താമസിക്കുക. ദൈവത്തിന് സ്തോത്രം. കടന്നു പോകുമ്പോ ഒരു 100 രൂപ എടുത്തു തന്നിട്ട് പ്രിയപ്പെട്ടവൻ കടന്നുപോയി. ആ 100 രൂപയുമുണ്ട്, ഞാനുമുണ്ട്, എന്റെ മാതാവുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ മുമ്പോട്ട് പോകണമെന്നും കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്നും അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ വ്യാഴാഴ്ച ഭവനങ്ങളിൽ പ്രാർത്ഥന നടക്കുമ്പോ ആമേഖലയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ആ 100 രൂപ തന്നതില് 50 രൂപ അവിടെ കടന്നു വന്ന ഒരു സഹോദരിക്ക് കൊടുക്കാനും. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ആകെ 100 രൂപയുണ്ട്, ഞാനും അമ്മയുമുണ്ട്. ഈ 100 രൂപയിൽ 50 രൂപ പോയ 50 രൂപ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്നും ഞാൻ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുവോ. ദൈവം എന്നോട് പറഞ്ഞു, നീ കൊടുക്ക്, ഞാൻ കരുതുമെന്ന് പറഞ്ഞു.
പെട്ടെന്ന് ഞാൻ ആ കല്ലില് പ്രാർത്ഥന കഴിഞ്ഞു ഈ 50 രൂപ എടുത്ത് ആമേൻ കല്ലില് ഈ സഹോദരിക്ക് കൊടുത്തു. ഒരു TPM കുടുംബത്തിൽ നല്ല നിലയിൽ ജീവിച്ച വ്യക്തിയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ രൂപ കൊടുത്തിട്ട് അവരാ പൈസയുമായി കടന്നുപോയി. അന്ന് രാത്രിയില് തിരുവനന്തപുരത്ത് പ്രാർത്ഥിക്കാൻ പോകാൻ എന്നെ ഒരു സഹോദരി വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ സഹോദരി അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, വാ നമുക്ക് പ്രാർത്ഥിക്കാൻ പോണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരുവനന്തപുരത്ത് കടന്നുപോയി പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥന കഴിഞ്ഞു ഹല്ലേലൂയ മടങ്ങി വരുമ്പോൾ 2500 രൂപ എന്റെ കൈ തന്നു. ദൈവം എന്നോട് പറഞ്ഞു, നീ കൊടുക്ക്, ഞാൻ കരുതുമെന്ന്. ദൈവത്തിന് സ്തോത്രം. 2 ദിവസം കഴിഞ്ഞപ്പോ വേറൊരു സഹോദരന് ഗോവയെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരൻ, മർത്തോമ കുടുംബമോ, ഞാനൊരു വേറൊരു ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ കടന്നു പോയപ്പോ എന്നെ ഒരു സഹോദരി മർത്തോമ കുടുംബത്തില് കയറ്റുവാനിടയായി. നമുക്ക് ഇവിടെ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ ആ ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ കയറി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, ആമേൻ കല്ലറി, എന്റെ മകന് നാട്ടിൽ ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഈ നാട്ടിൽ തന്നെ 5 അക്ക ശമ്പളമുള്ള ഒരു ജോലി കർത്താവ് ഒരുക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു. ദൈവത്തിന് സ്തോത്രം. ആ സഹോദരൻ ഹല്ലേലൂയ അവിടെ നിന്ന് വന്നു. ഇന്ന് ആ സഹോദരന് 1.5 ലക്ഷം രൂപയ്ക്ക് പത്തനംതിട്ട മനോരമ ഓഫീസില് ജോലി ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ കല്ലില് 50 രൂപ കൊടുത്തു കഴിഞ്ഞു. 2ാമത്തെ ദിവസം ആ സഹോദരനുണ്ട് 4500 രൂപയുമായി എന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നെ അതിലും കൂടുതൽ സന്തോഷിപ്പിച്ചത് അതല്ല, ഹല്ലേലൂയ, 50 രൂപ കൊടുത്ത സഹോദരി 3 കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും ഉണ്ട്. അന്ന് അവരുടെ വീട്ടിൽ കഞ്ഞി വെക്കാൻ അരിയില്ല. ആ സഹോദരിയോട് ദൈവാത്മാവ് പറഞ്ഞു, എന്റെ ഭവനത്തിൽ കടന്നു വരുവാൻ. ആ കൊടുത്ത 50 രൂപയും കൊണ്ട് പോയി ആ സഹോദരി അരി മേടിച്ച് കുഞ്ഞുങ്ങൾക്കും ഭർത്താവിനും കഞ്ഞി വെച്ച് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ആ പിറ്റേ ആഴ്ച കടന്നു വന്ന സാക്ഷ്യം പറഞ്ഞപ്പോ ഞാൻ കരയുവാനിടയായി. ദൈവമേ, ഞാനത് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ എന്തുവായിരുന്നേനെന്ന് ഞാൻ ചോദിച്ചു. സാരാഫാത്തിലെ വിധവയുടെ അടുക്കലേക്ക് ഏലിയാവിനെ ദൈവം അയച്ചെങ്കിൽ വിധവയുടെ ക്ഷാമവും കർത്താവും മാറ്റി ഏലിയാവിനും ദൈവം കരുതി എന്ന് പറഞ്ഞതുപോലെ ആ സഹോദരിക്ക് വേണ്ടിയത് അന്ന് വേണ്ടിയത് ദൈവം കരുതി, എനിക്ക് വേണ്ടിയത് ദൈവം കരുതി. ഹല്ലേലൂയ. പലപ്പോഴും കർത്താവ് പറയുന്നത് നമ്മൾ ചെയ്യാത്തത് കൊണ്ടാ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാത്തത്. ദൈവം പറയുന്നത് നമ്മൾ ചെയ്യുവാൻ തയ്യാറായ ദൈവം നമുക്ക് വേണ്ടി കരുതല് അത് വലിയതാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വിറ്റ് പൂർണ്ണയുടെ പ്രദേശത്ത് കടന്നു വരുമ്പോ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഡ്രൈവിംഗ് പഠിക്കാൻ കടന്നുപോയി. 50 വയസ്സായപ്പോഴാ ഡ്രൈവിംഗ് പഠിക്കാൻ കടന്നുപോയത്. ഇന്ന് എനിക്ക് 59 വയസ്സുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോ കാറ് പഠിപ്പിച്ച സഹോദരിയെ വീട്ടിൽ ഞാൻ ഒരു ദിവസം കടന്നുപോയി പ്രാർത്ഥിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടെ പ്രാർത്ഥിച്ചിട്ട് ദൈവിക ആലോചന ആ സഹോദരിയോട് പറയുവാനിടയായി. അവരും കത്തോലിക്കക്കാരാ. അവരോട് പറയുവാനിടയായി. അതുപോലെ ആ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നതിന്റെ കുറച്ചപ്പുറത്തായിട്ട് ഒരു അച്ചായന് ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അവിടെ പാല് മേടിക്കാന് കടന്നു എന്ന ഒരു സഹോദരി ഹല്ലേലൂയ ആ അച്ചാനോട് പറഞ്ഞു, മൈലപ്രായി എന്ന് താമസിച്ചിട്ട് അട്ടച്ചാക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കോന്നിയില് താമസം മാറിപ്പോയ ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയുടെ അടുക്കൽ കടന്നുപോയി പ്രാർത്ഥിച്ച ഈ രോഗത്തിന് വിടുതൽ കിട്ടുമെന്ന് ആ പാല് മേടിക്കാൻ ചെന്ന സഹോദരി പാലും കൊണ്ട് ചെന്ന സഹോദരി പറയുവാനിടയായി. ഹല്ലേലൂയ. നയമാന്റെ കുറ്റം മാറാൻ ദൈവത്തിന് സ്തോത്രം. ഒരു ഇസ്രായേൽ കാര്യത്തിൽ പെൺകുട്ടിയെ ഹല്ലേലൂയ ദൈവം ഉപയോഗിച്ചതുപോലെ ദൈവത്തിന് സ്തോത്രം. യജമാന്റെ അടുക്കൽ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് നയമാന്റെ കുറ്റം മാറുമെന്ന് പറഞ്ഞതുപോലെ ഈ സഹോദരി അവരോട് പറയുവാനിടയായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ കടന്നുപോയി എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സഹോദരി ഞങ്ങൾ താമസിക്കുന്നിടത്ത പഠിപ്പിക്കാൻ വരുന്നെന്നറിഞ്ഞു ഈ സഹോദരൻ രോഗിയായി ഭാരപ്പെടുന്ന സഹോദരന് അവിടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ ഭാര്യ നിന്നിടത്തല്ലേ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെ താമസം മാറി വന്ന ഒരു കുടുംബം ഇതുപോലെ പ്രാർത്ഥിച്ചാലും എനിക്ക് വിടുതൽ കിട്ടുമെന്ന് ഇവിടെ വന്ന ഒരാള് പറഞ്ഞു. ഹല്ലേലൂയ. അന്നേരം ആ സഹോദരി പറഞ്ഞു,
അതിവിടെ വന്ന് പ്രാർത്ഥിച്ച മോളിയല്ലേ, മോളി പറയുന്ന കാര്യങ്ങളല്ലോ ആമേൻ ദൈവാത്മാവ് അങ്ങനെ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിലും വിടുതൽ നടന്നല്ലോ. ആ സഹോദരിയാണെന്ന് പറഞ്ഞ് ഇവര് 3 പേരും കൂടെ ആലലിന്റെ ഭവനത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നു. ദൈവത്തിന്റെ കൃപയാൽ പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്നുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഈ ദൈവം ഇന്നും എന്നും എന്റെ ദൈവമാ. അവൻ എന്നെ ജീവപര്യന്തം വഴി നടത്തുന്നവനോ. അവൻ മേൽത്തരമായ ഗോതമ്പും പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവമാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ കാര്യങ്ങൾ നടന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ബഹറില് ആമി 3-4 പ്രാവശ്യം കടന്നു പോകുവാനിടയായി. ബഹറിനെ കടന്നു ചെന്നപ്പോൾ ഹല്ലേലൂയ അവിടെ ഒരു സഹോദരി, കോട്ടയത്തുകാരി ഒരു സഹോദരി ഹല്ലേലൂയ എന്നോട് ഒരു ദിവസം പ്രാർത്ഥന ചെന്നപ്പോൾ പറഞ്ഞു, ആന്റി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ഞാൻ പിറ്റേ ആഴ്ച പ്രാർത്ഥിച്ചിട്ട് കടന്നു വന്നിട്ട് വിവരം പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ച ഞാൻ കടന്നു ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവാത്മാവനോട് പറഞ്ഞു, ഈ സഹോദരിക്ക് ഒരു ബന്ധനമുണ്ട്. ആ ബന്ധനമായി പുള്ളിക്കാരിക്ക് ആരാധിക്കാൻ കഴിയത്തില്ല. ആരാധിക്കുമ്പോ ആരോ പുതിച്ചു നിർത്തുന്നത് പോലെ നിർത്തുക. അപ്പൊ ഈ സഹോദരി എന്നോട് പറഞ്ഞു, ആന്റി എനിക്കറിയാം, അനേക ദൈവദാസന്മാരുടെ അടുത്ത് ഞാൻ പോയതാ, അവർക്ക് ആർക്കും ഈ വിഷയം വെളിപ്പെട്ടില്ല. ആന്റിക്ക് ദൈവം ഇത് വെളിപ്പെടുത്തി തന്നല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ബഹറിലേക്ക് പ്രാർത്ഥിക്കാൻ കടന്നു വന്നു. ആ സഹോദരി 4-5 പേര് കൂടി ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് ഭവനത്തിൽ കടന്നു വന്നു. പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ചില വിടുതലുകൾ നടക്കുമ്പോ ശത്രു നമ്മുടെ ഭവനത്തോട് പോരാടുന്ന അനുഭവങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കഴിഞ്ഞു. ഞാൻ ഈ സഹോദരിക്ക് ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുവാനിടയായി. ഈ സഹോദരി ഹല്ലേലൂയ ആമേൻ അന്ന് രാത്രി ആമേൻ അതിന്റെ വയറ്റിൽ കിടന്ന് കൈവശം ഒമറ്റ് ചെയ്ത് ആമേൻ കത്തിച്ച് പോകുവാനിടയായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അന്ന് രാത്രിയില് ആമേൻ എന്റെ മകന്റെ വണ്ടി ഇടിക്കേണ്ട അനുഭവം ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ ഒരു തലമുടി നാരിഴയ്ക്ക് ദൈവം അവനെ അതിൽ നിന്ന് വിടുവിച്ചു. അന്ന് രാത്രി 1 മണിയായപ്പോൾ എന്റെ മരുമകൾ എടുത്തടിച്ചതുപോലെ വീണു. ഹല്ലേലൂയ. എന്റെ മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ കാണുന്നവർക്കെല്ലാം പ്രാർത്ഥിക്കാൻ പോയതല്ലേ, വേണ്ട അമ്മയും മിൻസി ആലയില് ചത്തതുപോലെ കിടക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോ അനക്കവുമില്ല, ആവിയുമില്ല, വീണ് കിടക്കുന്നു. ദൈവത്തിന് സ്വന്തം. ഞാൻ പറഞ്ഞു സാരമില്ല മോനെ, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കരം വെച്ചവിടെ മേത്ത് പ്രാർത്ഥിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ദൈവം അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ കല്ലിൽ 4 പ്രാവശ്യം കടന്നു പോയെങ്കിലും 4 പ്രാവശ്യവും അനേക വിടുതലിനെ ശുശ്രൂഷ എല്ലാം ഒന്നും എണ്ണി പറയാൻ സമയമില്ല. 4 പ്രാവശ്യവും ദൈവം എന്നെ വിടുതലിനെ ശുശ്രൂഷ ഏൽപ്പിച്ചു. അനേകര് വന്ന് വാഹനം കൊണ്ടു തുടർന്ന് വന്ന് എന്നെ കൊണ്ടുപോയി. അനേക വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കാനിടയായി. പിന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം. കാരണം ഇവിടെ പ്രാർത്ഥിച്ചത് കൊണ്ടല്ലേ ഈ വിഷയങ്ങൾ ഉണ്ടായത്. അങ്ങനെ കടന്നുപോയി പ്രാർത്ഥിക്കാനിടയായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആമേൻ. കഴിഞ്ഞ ഹല്ലേലൂയ ദിവസങ്ങള് എനിക്ക് തോന്നുന്നൊരു 3-4 മാസമായി ആമേൻ തിരുവനന്തപുരത്തുനിന്ന് ഒരു സഹോദരനും ആമേൻ ആദ്യം മാതാവ് കടന്നു വന്നു. എന്റെ ഭവനത്തിലെ ഇവിടെ കടന്നു വന്നിട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചെന്നോട് പറഞ്ഞു, കണ്ണിന് കാഴ്ചയില്ല. ആമേൻ. എനിക്ക് ആമേൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദൈവത്തിന്റെ കൃപയാൽ ആ വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞു, ആമേൻ തിരിച്ചു വണ്ടിയുടെ ബോർഡ് വായിക്കാനും നല്ല കാഴ്ച കിട്ടിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവരുടെ മകന് ആമേൻ വെള്ളമടിച്ച് TPM കുടുംബമോ വെള്ളമടിച്ച് ഇങ്ങനെ നടക്കുവോ. ഹല്ലേലൂയ. വീട്ടിൽ പോകത്തില്ല, ഭാര്യയും കുഞ്ഞുങ്ങളും പിണങ്ങിപ്പോയി. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഈ സഹോദരൻ നടക്കുക. എവിടെയൊക്കെ പ്രവാചകന്മാരുണ്ട് അവിടെ എല്ലാം ഈ മകനെ കൊണ്ട് ഈ മാതാവ് കൊണ്ടുപോയി പ്രാർത്ഥിക്കാനിടയായി. വിടുതൽ കിട്ടാതെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കുപ്പി വെള്ളം. 2ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഒരു കുപ്പി വെള്ളം പ്രാർത്ഥിച്ചു തരാൻ. ഞാൻ ഒരു കുപ്പി വെള്ളം പ്രാർത്ഥിച്ച് ഹല്ലേലൂയ മാതാവിന്റെ കൊടുത്തു. ഈ മാതാവ് അത് കൊണ്ട് കൊടുത്തിട്ട് ഈ മകനുമായിട്ട് ഒരു ഞായറാഴ്ച എന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ 3 പേരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇവന്റെ മേത്തോട്ട് കരം വെച്ച് പ്രാർത്ഥിക്കാൻ. ഞാൻ ഈ സഹോദരൻ 40 വയസ്സുള്ള സഹോദരനോ ആ സഹോദരന്റെ കാലയിലോട്ട് കൈവച്ച് ദൈവസന്നിധി ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ വയറ്റിലുണ്ടായിരുന്ന കൈവശം മുഴുവനും, മദ്യപാനത്തിൽ കൊടുത്ത കൈവശം മദ്യത്തിൽ കൊടുത്ത കൈവശം മുഴുവനും
എന്റെ പേരയ്ക്കകത്തിൽ ഒമിറ്റ് ചെയ്യുവാനിടയായി. ദൈവം ആ സഹോദരനെ ഹല്ലേലൂയ അതിൽ നിന്നും വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവൻ അങ്ങനെ 2016 വരെ ഗൾഫിൽ നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങ് പോരുവാനിടയായി. ഇനി ഗൾഫിലെ ജീവിതം വേണ്ട, നാട്ടിൽ മതി എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. ഇവിടെ വന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞു. പിന്നെയും ജീവിതത്തിൽ സമാധാനമില്ല, ഒരിക്കൽ പോലും സമാധാനമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നെ കൊല്ലണം, നിന്നെയും കൊല്ലും, നിന്നെയും കൊല്ലും, കൊല്ലണം, മറ്റൊന്നും വേണ്ട. ഹല്ലേലൂയ. എനിക്കറിയാം ഹല്ലേലൂയ ദൈവത്തിന്റെ വലിയ വിടുതലുകള് ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാ എന്നെ ഒതുക്കുവാൻ. മോശയുടെ ജനനത്തെങ്കിൽ തന്നെ സ്വാമി മോശയെ കൊന്നുകളയുക ശത്രു പദ്ധതിയിട്ടതുപോലെ പദ്ധതിയിട്ടു. ഞങ്ങൾ നല്ലൊരു കയറ്റത്തായി ഇപ്പൊ താമസിക്കുന്നത്. ഈ കയറ്റം ഇറങ്ങി ചെല്ലുന്ന സ്ഥലത്ത് 2-3 പാറമടയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ആദ്യം താമസിച്ചിട്ട് ഒരു വ്യക്തി മരിച്ചു. ഞാൻ എന്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു എന്നെ അവിടേക്കൊന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നെ അന്ന് ചൊവ്വിന് വണ്ടി ഓടിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം, പഠിച്ചതേ ഉള്ളൂ. എന്നെ ഇവിടെ നിന്ന് വണ്ടിയെ കയറ്റി ആ ഇറക്കത്ത് എന്നപ്പോ എന്നോട് പറഞ്ഞു നിന്നെ ഞാൻ ടിപ്പറിന്റെ കീഴിൽ കയറ്റി കൊല്ലുമെന്ന് പറഞ്ഞു. ടിപ്പറിന്റെ കീഴിൽ കൊണ്ടുപോയി കയറ്റി. ദൈവത്തിന് സ്തോത്രം. ടിപ്പറുകാരൻ ചവിട്ടി നിർത്തി. ഞങ്ങൾ രണ്ടുപേരും വീണു. അവിടെ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റ് വന്നു. ദൈവത്തിന് സ്തോത്രം. കോട്ടയത്ത് ഒരു ഭവനത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ കടന്നുപോയി. പ്രാർത്ഥന കഴിഞ്ഞു അവിടെ നിന്ന് ചില ആലോചനകൾ പറഞ്ഞപ്പോൾ അവിടെ ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു അവരുടെ വീട്ടിൽ കടന്നു എന്ന് പ്രാർത്ഥിക്കണമെന്ന്. എനിക്കൊരു ദൈവാത്മാവിന്റെ പ്രേരണ കിട്ടിയില്ല പ്രാർത്ഥിക്കാൻ. എന്നാൽ ഇവരെന്നെ അങ്ങ് നിർബന്ധിക്കുവോ കടന്നു വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. ഞാനും എന്റെ കൊച്ചുമകനും കൂടെ വൈക്കയിലാ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുമ്പോ കാമി കോഴിഞ്ചേരി വെച്ച് വേറൊരു വൈക്ക് വന്ന് ഞങ്ങളെ ഇടിച്ച് ഹല്ലേലൂയ സ്കൂട്ടർ തമ്മിൽ ഇടിച്ച് ഞാൻ ആ റോഡിൽ തെറിച്ചു വീണു. എന്റെ തല ചെന്ന് എന്റെ കയ്യം പൊട്ടി, വായിക്ക് പോയി, കണ്ണാടി പോയി. ഹല്ലേലൂയ. എന്നാൽ എന്റെ പൈതലും പട്ടിയുമായിട്ട് വീടില്ല, ഞാൻ വീണു. ദൈവത്തിന് സ്തോത്രം. അറിയാം, ശത്രുവിനെ അറിയാം. പിന്നെയും എന്നിലൂടെ ഭയങ്കര വിടുതലിന്റെ ശുശ്രൂഷ ഉണ്ടെന്ന് ശത്രുവിനെ അറിയാവുന്നത് കൊണ്ട് എന്നെ ഒതുക്കുവാൻ നോക്കി. ദൈവത്തിന് സ്തോത്രം. ആൾക്കാർ കൂടി അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നോട് ചോദിച്ച അമ്മ എന്ത് വേണം? എല്ലാവരും കൂടിയിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ. എന്റെ തലയെല്ലാം പെരുത്തു, എനിക്കൊന്നും അറിയത്തില്ല. എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോകാം മോനെ, വീട്ടിൽ പോകാം, സാരമില്ലെന്ന് പറഞ്ഞു. രാത്രി വീട്ടിൽ വന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റപ്പോൾ എന്റെ തലയും ശരീരവും ഒന്നും അനങ്ങത്തില്ല. കാരണം തല ചെന്ന് അടിച്ച് പെരുത്തിരിക്കുക. ദൈവത്തിന്റെ കൃപയാൽ പ്രാർത്ഥിച്ചു. ഒരു ഹോസ്പിറ്റലിലും കടന്നുപോയില്ല. കർത്താവ് അവിടെ സൗഖ്യമാക്കി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ കുറച്ചു ഒരു 4-5 മാസമായി കാണും. അമേരിക്കയിൽ നിന്ന് ഒരു സഹോദരി വിളിച്ചു. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക സിംഗിൾസ് എന്ന് പറഞ്ഞ ഒരു രോഗം 60 വയസ്സുകാരിക്ക് വരുന്നത് 46 വയസ്സുകാരിക്ക് വന്നിട്ട് എന്നോട് വേദന കൊണ്ട് എന്റെ മൊബൈലിൽ മെസ്സേജ് ഇട്ടു, ആന്റി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അത് മൊത്തം തിരിയത്തില്ല, കാരണം വേദന കടിച്ചമർത്തിയ ഈ മെസ്സേജ് ഇട്ടത്. കാരണം ഓരോ മണിക്കൂർ ഇടവിട്ട ഐസ് വെച്ച് വേണം പുള്ളിക്കാരി വേദന ഹല്ലേലൂയ ശമിപ്പിക്കുന്നത്. അത്ര അതിഭയങ്കരമായ രോഗവും വേദനയുമാണ്. ഈ മെസ്സേജ് കേട്ടിട്ട് ആ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് അവളെ സൗഖ്യമാക്കി. എന്നോട് പറഞ്ഞു കർത്താവ്. പിന്നെ എനിക്ക് മെസ്സേജ് ഇട്ട്, ആന്റി കർത്താവ് എന്നെ സൗഖ്യമാക്കി, ഞാൻ ജോലിക്ക് കടന്നു പോകുന്നു, എനിക്കിപ്പോ ഒരു കുഴപ്പവുമില്ല. ദൈവത്തിന് സ്തോത്രം. വേറെ UK ഒരു മകള് ഹല്ലേലൂയ ശരീരം മുഴുവനും ചൊറിഞ്ഞു കൂട്ടി. കുളിക്കുവാൻ കഴിയത്തില്ല, മേത്ത് വെള്ളം ഒഴിക്കാൻ കഴിയത്തില്ല, ജോലിക്ക് കടന്നു പോകാൻ കഴിയത്തില്ല, വളരെ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ഒരു പൈതല് എന്നെ വിളിച്ചു. ആന്റി എനിക്ക് ഇന്ന പോലെ ഒരു വിഷയമുണ്ട്, ആന്റി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. അവക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നീ കൈ വെക്ക്. ഹല്ലേലൂയ. ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ആ രാത്രി കർത്താവ് അവളെ സൗഖ്യമാക്കി. എന്നോട് പറഞ്ഞു പാമ്പിന്റെ തൊലി ഇരിഞ്ഞു പോകുന്നത് പോലെ ശരീരത്തിൽ ചൊറിഞ്ഞ് തടിച്ച കറുത്ത പാടുകൾ മുഴുവനും പോള പോലെ ഇളകിപ്പോയെന്ന് പറഞ്ഞു. അവൾ ഈ ദിവസങ്ങളിൽ നാട്ടിൽ അവധിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ വിളിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരുപാട് രോഗത്താൽ ഭാരപ്പെട്ടു. കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവ് സൗഖ്യമാക്കും. അങ്ങനെ 2018 ഞാൻ ഗൾഫിന്റെ ദേശത്ത് 19 കടന്നുപോയി.
ഹല്ലേലൂയ. ഞങ്ങൾക്ക് അല്പമായ കടമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്റെ മോൻ എന്നോട് പറഞ്ഞു, അമ്മേ 400 പേര് ജോലി ചെയ്യുന്ന കമ്പനി, ഹല്ലേലൂയ, അതില് ആ കമ്പനി നിർത്തി എല്ലാവരെയും പിരിച്ചു വിട്ടു, ഞങ്ങളെ 3 പേരെ മാത്രം അതിന്റെ മെയിൻ കമ്പനിയിലേക്ക് എടുത്തെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ അന്നേരം എന്നോട് പറഞ്ഞു 2 ലക്ഷം രൂപ എനിക്ക് കിട്ടുമമ്മ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി 5 ലക്ഷം രൂപ. എന്റെ മോൻ എന്നോട് പറഞ്ഞു, അമ്മ 2 ലക്ഷം തന്നെ കിട്ടുന്നത് വലിയ കാര്യമാണ്. അന്നേരമാണ് അമ്മ ഈ 5 ലക്ഷത്തിന് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു, മോനെ പ്രാർത്ഥിക്കുന്നത് ഞാനല്ലയോ, നീ അല്ലല്ലോ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ മോനും മരുമകളും ജോലിക്ക് പോയി. ആമി മൂത്ത കൊച്ചുമോള് പഠിക്കാൻ കടന്നുപോയി. ഇളയ കൊച്ചുമോള് ഞാനുമുണ്ട്. കൊച്ചുമോളെ കിടത്തി ഉറക്കിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കട്ടിലെ കടന്ന് ഞാനും കൊച്ചുകൂടെ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു ദർശനം കാണുന്ന ദർശനം എന്ന് ചോദിച്ചാല്, ഞാൻ മോനെ വലിയൊരു ലോറി ഓടിച്ച് കടന്നു പോവാ. ലോറി ഓടിച്ച് കടന്നു പോകുമ്പോ ചവിട്ടി നിർത്താൻ ആഗ്രഹിക്കുന്നിടത്ത് ലോറി നിൽക്കുന്നില്ല. അല്പം കൂടെ മുന്നോട്ട് ചെന്നിട്ട് ലോറി നിന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ മോൻ എന്നെ വിളിച്ചിട്ട് പറയുക, അമ്മ 5,25,000 രൂപ മോന്റെ അക്കൗണ്ടിൽ വന്നെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആ പൈസ കൊണ്ടുവന്ന് ആമേൻ ഞങ്ങളുടെ കടം വീട്ടി. ഞങ്ങളെ ഒരു ഹോളിന് ആമേൻ പെയിന്റിങ് ചെയ്ത് കൊടുക്കുവാനിടയായി. ഹോളിന് പെയിന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ചെയ്യാൻ പൈസ ഇല്ലാഞ്ഞോണ്ട് ചെയ്തില്ല. ഈ പൈസ കിട്ടിയപ്പോ ഹോളിന് കൊണ്ടുവന്ന് പെയിന്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ആത്മീകമായി ദൈവം ഉയർത്തുന്നതനുസരിച്ച് ആമേൻ ഞാൻ പ്രാർത്ഥിച്ച ഒരു വിഷയമാ. ഒരു മാസം ഞങ്ങള് ചർച്ചയിൽ കടന്നു പോകുന്ന സമയത്ത് ഞങ്ങൾ 300 രൂപ ദശാംശം ഇടുന്നത്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവ് അവിടുത്തെ ഒരു വലിയ കുടുംബം 1000 രൂപ ഇടും. എനിക്ക് ഭയങ്കര ആഗ്രഹമാ 1000 രൂപ ദശാംശം ഇടാൻ. ഇതൊന്നും ആരും പ്രാർത്ഥിക്കത്തില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചതാ, കർത്താവ് എനിക്ക് 1000 രൂപ ദശാംശം ഇടാൻ കർത്താവ് തരണമെന്ന്. ആന്റി ഇന്ന് കൃപയാൽ 10,000 രൂപ ഒരു മാസം ഹല്ലേലൂയ ഞാനും മകനുമായിട്ട് ദശാംശം കൊടുക്കുവാൻ കർത്താവും ഞാനും മൂത്ത മകനും ഞങ്ങൾ 2 പേരും കൂടെ കൊടുക്കുവാൻ. മൂത്ത മകനാ ഞങ്ങൾക്ക് തരുന്നത് 5,000 രൂപ. 5,000 രൂപ അവിടെയും 10,000 രൂപ ദശാംശം കൊടുക്കാൻ കർത്താവ് ഞങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തി. തന്റെ ഭക്തന്മാരുടെ നല്ല ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ദൈവമാ. ആമേൻ. ആരും ദൈവനാമത്തിൽ കൊടുക്കാൻ വേണ്ടി പൈസയ്ക്ക് ദശാംശം ഇടാനൊന്നും പ്രാർത്ഥിക്കത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യുന്ന വലിയ കാര്യമാ. അത് കഴിഞ്ഞു ഹല്ലേലൂയ ഞങ്ങൾ ഇവിടെ വന്ന് ചെറിയ ഭവനം പണിത് ഞങ്ങൾ അങ്ങനെ താമസിക്കുന്ന ചെറിയ 2 റൂമും ഒരു വലിയ റൂമും ഹല്ലേലൂയ ഒരു കിച്ചനും ആളുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ താമസിക്കുമ്പോ അതിൽ ഞങ്ങൾക്ക് ആമീൻ എല്ലാവരും കൂടെ കടന്നു വരുമ്പോ ഞങ്ങൾ 10 പേരുണ്ട്. മൂത്ത മോനും കുടുംബോ ഇളയ മോനും കുടുംബോ ഞങ്ങൾ 10 പേര്. എനിക്ക് അതേ പക 3 മണിയാകുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കണം. ഈ മൂത്ത മകന്റെ മക്കളെ 2 ഞാൻ വളർത്തിയത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ഇവളുമാര് എന്റെ കൂടെ കയറി വരും. എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഞാൻ വിഷമിക്കുന്നത് മോൻ കാണും. ഞാൻ പലപ്പോഴും ഒരു മുറിയൂടെ പണിയണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് ആരെങ്കിലും എന്നോട് ചോദിക്കും. പണിയണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റും. 2017 ഞാൻ ആദ്യമേ എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു അതിന്റെ മേലെ പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുമെന്ന് എന്നോട് പറയുവാനിടയായി. എന്നാൽ ഞങ്ങളെ കൊണ്ട് ഒരിക്കലും അത് കഴിയാത്ത കാര്യമാണ്. എന്നാൽ ദൈവത്താൽ അസാധ്യമായിട്ട് ദൈവത്തിന് ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, നിനക്കൊരു 2 നില ഭവനം തരും, അതിന്റെ മേളത്തെ മുറി പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുമെന്ന്. ഗൾഫിൽ ചെന്നപ്പോ ഒരു ദൈവദാസൻ എന്നോട് ആലോചന പറഞ്ഞു. 2019 മുതൽ ഞാൻ എന്റെ ബൈബിളിനകത്തിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്കൊരു 2 നില ഭവനം തരണം. അതെങ്ങനെ സാധിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോഴല്ല ഈ പേപ്പർ കഷ്ണം എടുത്തു വെച്ചു ദൈവസന്നിധി ഞാൻ പ്രാർത്ഥിക്കും. 2024 ഹല്ലേലൂയ എന്നോട് സ്തോത്രം. മോനെ കൊച്ചുമോനെ സ്നാനം 13 വയസ്സുള്ള കുഞ്ഞിന്റെ സ്നാനം നടത്താൻ വരും. ഹല്ലേലൂയ വീട്ടിൽ എല്ലാവരും കൂടെ കടന്നു വന്നു. മൂത്ത മകനും കൊച്ചുമകനും എല്ലാം വരും. ഈ മാസം അവരെല്ലാരും വരും. ദൈവത്തിന് സ്തോത്രം. കടന്നു വരുമ്പോ സ്ഥലമില്ല. ഞാൻ വളരെ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കാൻ ഇടമില്ല. കുഞ്ഞുങ്ങളെല്ലാം ആലച്ചു വിളിച്ചിങ്ങനെ നടക്കാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. അപ്പൊ എന്റെ മോൻ എന്നോട് ചോദിച്ചു, അമ്മ എന്ത് ചെയ്യണം?
ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മോനെ ഒരു മുറിയെങ്കിലും പണിതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ 2 മുറി പണിയാൻ തുടങ്ങി. 2024 ഓഗസ്റ്റ് 12 2 മുറി പണിയാൻ തുടങ്ങി. ഞങ്ങൾക്ക് ചെറിയ 3 മുറിയുണ്ട്, അതിന്റെ കൂടെ 2 മുറിയുടെ പണിയാൻ ഒരുങ്ങി. ഈ പണിക്ക് അടിസ്ഥാനം ഇട്ട നിമിഷം മുതൽ മോനങ്ങ് പോയി, ഞാൻ പണിയിക്കാൻ തുടങ്ങി. അടിസ്ഥാനം ഇട്ട നിമിഷം മുതൽ ഞാൻ എന്നും രാവിലെ എന്റെ വ്യക്തിപരമായ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ ഞാൻ മുറ്റത്ത് പോയി നിന്ന് ഈ പണി തുടങ്ങിയെടുത്ത് നിന്ന് പ്രാർത്ഥിക്കും. സ്റ്റെയർ കേഴ്സ്, കമ്പിയുടെ പഴയ പെരയുടെ പുറത്ത് കയറാൻ സ്റ്റെയർ കേഴ്സ് വെച്ചു, അതേ കൂടെ കയറി വന്നു ഭവനത്തിന്റെ മേളിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കും. അത് ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല, എന്നും പ്രാർത്ഥിക്കും. ഞങ്ങൾ 2 മുറി പണിത് കഴിഞ്ഞപ്പോ എന്റെ മോൻ എന്നോട് പറഞ്ഞു, അമ്മ എന്തോ പറയുന്നു, മേളിലോട്ട് മുറി പണിയണം, അമ്മ എന്തോ പറയുന്നു, പ്രാർത്ഥിച്ചിട്ട് അമ്മ പറയാൻ പറഞ്ഞു. രാത്രി 11 മണി തൊട്ട് 3 മണി വരെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങിയപ്പോ ഞാൻ കാണുന്നത് മേളിൽ 2 മുറി തീർത്തിട്ടിരിക്കുന്നു, പണി പൂർത്തീകരിച്ചിട്ടിരിക്കുന്നു. ഞാൻ മോനോട് പറഞ്ഞു, മോനെ 2 പണി പേർ മുറി തീർത്തിട്ടിരിക്കുന്ന ദൈവം എന്നെ ദർശനം കാണിച്ചു. എന്നാൽ ഇനി അമ്മ മേശിരിയെ വിളിച്ചിട്ട് ബാക്കി പണിയൂടെ കൊടുക്കാൻ പറഞ്ഞു. സിസ്റ്ററെ, ഇന്ന് ആ മേളത്തെ മുറിക്കാതിരുന്ന ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 2025 മാർച്ച് മാസത്തില് 2 മുറി, ഹല്ലേലൂയ, ഒരു ഹാൾ, ഒരു സിറ്റ് ഔട്ട് മേളില്. ഇന്ന് ഞങ്ങൾക്ക് 5 മുറിയുള്ള ഒരു ഭവനം കർത്താവ് തന്നു. ദൈവത്തിന് സ്തോത്രം. അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ പറയാൻ അറിയത്തില്ല. കർത്താവ് നടത്തി. അതിലുപരി ഞങ്ങൾക്ക് ഒരു പൈസ പോലും കടമില്ലാതെ കർത്താവ് അത് തീർത്തു തരുവാൻ വഴിയൊരുക്കി. ദൈവത്തിന് സ്തോത്രം. അതിന്റെ പണിയെല്ലാം പൂർത്തീകരിക്കത്തില്ലെന്ന് ഞങ്ങൾ പലപ്പോഴും ജോലി മാറ്റിവെക്കാം എന്ന് ഞങ്ങൾ കണ്ടു. ടൈല് പിന്നിടാം, ഹാൻഡ്രയില് പിന്നിടാം എന്നൊക്കെ ഞങ്ങൾ കണക്ക് കൂട്ടി. പക്ഷെ എല്ലാ പണിയും പൂർത്തീകരിച്ചെടുക്കത്തക്കതുപോലെ ദൈവം ഞങ്ങൾക്ക് വഴി തുറന്നു. ദൈവത്തിന് സ്തോത്രം. എന്തൊക്കെ ദൈവസന്നിധി ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. എന്റെ മകൻ എന്നെ വിടത്തില്ല പഠിക്കാന്. എന്തെങ്കിലും വന്നാല് എനിക്ക് പിന്നെ അമ്മയില്ല. അതുകൊണ്ട് അമ്മ പഠിക്കാൻ പോകണ്ട, അമ്മ ഭവനത്തിലെ വലിയ ഒരാളായിട്ട് മാത്രം ഇരുന്നാ മതി എന്ന് പറയും. എന്റെ അമ്മ ഒരുപാട് കണ്ണുനീര് കുടിച്ചതാ. ദൈവത്തിന് സ്തോത്രം. എന്നാലെ ഒരു ദിവസം ഞാൻ ദർശനം കണ്ടു. ഞാൻ വണ്ടി പഠിക്കാൻ കടന്നു പോകുന്നു. കർത്താവിനെ ഒരു കാഴ്ച കാണിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. 2015 ഡ്രൈവിംഗ് പഠിക്കാൻ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. 2016 ഞാനൊന്ന് വീണു. എന്റെ കാലയിലെ കല്ലിയ കുഞ്ഞിനെ ഏൽപ്പിച്ചു പോകുന്നതുകൊണ്ട് കുഞ്ഞിനെ നോക്കേണ്ടിയുണ്ട്. എന്റെ കാലയിലൊന്ന് കമ്പി ഇടേണ്ടി വന്നു. കമ്പി ഇട്ട അന്ന് രാത്രി എന്റെ കാലിന് ശക്തമായ വേദന, ഭയങ്കര വേദന. കാലേന്ന് ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുക. കമ്പിയിട്ട് കുത്തിക്കെട്ടി കാല് തൊലി മൂടിയിട്ടില്ല. അന്ന് രാത്രി കല്ലലി എന്റെ കുഞ്ഞുങ്ങള്, കൊച്ചുമകനും കുടുംബം എന്നെ നോക്കുക. മൂത്ത മരുമകള് പ്രസവിച്ച് കിടക്കുക. ദൈവത്തിന് സ്തോത്രം. അവക്ക് പാല് മേടിക്കാൻ പോയതാ ഞാന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രഭാതത്തിൽ കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ കാലിന്റെ വേദന എനിക്ക് സഹിക്കത്തില്ല. കർത്താവ് എന്നെ ഡ്രൈവിംഗ് ദർശനം തന്ന് എന്നെ വിട്ടത് എനിക്ക് കർത്താവ് പൂർണ്ണ സൗഖ്യം തരണമെന്ന് ഞാൻ പറയട്ടെ. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ട് കിടന്ന് എന്റെ കണ്ണിൽ ഒരു മയക്കം കയറിയപ്പോ ഒരു കരം വന്നിട്ട് എന്റെ കാലിന്റെ മുട്ടിന്റെ ഭാഗം തൊട്ട് താഴെയോട്ട്, കാലിന്റെ കുഴയുടെ അവിടെ കമ്പിയിട്ടത് താഴെയോട്ട് കരം ഇങ്ങനെ തൂക്കുന്നത് എനിക്കറിയുവാനിടയായി. അതിൽ പിന്നെ ഞാൻ ആ വേദന എന്തുവാന്ന് പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തൈറോയ്ഡ് വന്നു. എന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. കർത്താവ് ഇന്ന് വരെയും ഒരു പകൽ പ്രാർത്ഥന കഴിഞ്ഞു, ഒരു തിങ്കളാഴ്ച പ്രാർത്ഥന കഴിഞ്ഞു. എല്ലാ തിങ്കളാഴ്ച ഒരു പ്രാർത്ഥനയുണ്ട്. ഞങ്ങൾ സഹോദരിമാര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ കിടക്കുമ്പോൾ ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചു. കർത്താവിനോട് ചോദിച്ചു, നിന്റെ തൊണ്ട ഞാൻ ഓപ്പറേഷൻ ചെയ്യട്ടെ എന്ന്. ഒരു വ്യക്തി എന്നോട് ചോദിക്കും. ഞാൻ പറഞ്ഞു വേണ്ട, 3:30 സമയം. ഞാൻ പറഞ്ഞു വേണ്ട, എന്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കും. മാനുഷ്യമാകുന്ന ഒരു കത്തി എന്റെ മേൽ വെക്കാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു, നിന്റെ തൊണ്ട കീറാതെ മുറിക്കാതെ നിന്റെ ശബ്ദത്തെ തടയുന്ന ഒരു ഗ്രന്ഥിയുണ്ട്, അതിനെ ഞാൻ കട്ട് ചെയ്ത് കളയാമെന്ന്. ഞാൻ പറഞ്ഞു എന്നാ ഓക്കെ ചെയ്തോ എന്ന് പറഞ്ഞു. ഞാൻ ആ കിടപ്പിൽ കിടന്നു. അന്ന് എന്റെ കർത്താവ് എന്റെ തൈറോയ്ഡ് സൗഖ്യമാക്കി. മറ്റേ എനിക്ക് സൗണ്ട് അടയുമായിരുന്നു. 2005 ഞാൻ ശ്വാസം മുട്ടൽ വന്നു. ഹല്ലേലൂയ. ഞാൻ ഹോസ്പിറ്റലിൽ 3 ദിവസം ഓക്സിജൻ തന്ന് കിടക്കുവാനിടയായി.
അവിടെ കിടക്കുമ്പോ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഓക്സിജൻ തന്ന് ആമിനിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഞാൻ അനേക രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്, ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ പോകത്തില്ല. കർത്താവ് എനിക്ക് സൗഖ്യം തരണം. അന്ന് രാത്രി വെളുപ്പിനെ 5:30 ആയപ്പോൾ ദൈവമനെ ഒരു ദർശനം കാണിച്ച ദർശനം ഞങ്ങൾ താമസിക്കുന്ന ഇടത്ത് ആമേൻ മൈലപ്രായുടെ ദേശത്ത് ആർക്കും വെള്ളമില്ല. കാരണം വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആമേൻ, ഞങ്ങൾ ഒരു കിണർ വെട്ടി വെള്ളം കണ്ടു. എന്നും ആ കിണറ്റിനകത്തിൽ ഓരോന്ന് ചത്തു വീഴുക. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, വെള്ളം തന്നില്ലെന്നേ ഉള്ളൂ. ദൈവം എന്തിനാ ഇങ്ങനെ വെള്ളം തന്നേന്ന് ഞാൻ ചോദിച്ചു. കാരണം എന്റെ പ്രിയപ്പെട്ടവന്റെ പിതാവ് ആമേൻ അടുത്തുള്ള ഒരു സഹോദരി പറഞ്ഞു, ഇതുപോലെ ബാബു കിണർ വെട്ടി വെള്ളം കണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരിയോട് ഞങ്ങളുടെ പിതാവ് പറഞ്ഞു, ആമി വെള്ളം കണ്ടെങ്കിൽ അവള് കുടിക്കത്തില്ലെന്ന്. കാരണം ഞങ്ങൾ പെന്തക്കോസ്തി വന്നതിന് അവർക്കെല്ലാവർക്കും ഭയങ്കര എതിരാ. ഇവരെന്തോ ചെയ്തു കൊണ്ടുവന്ന് ആമൻ ഈ കിണറ്റിലെ വെള്ളത്തിനകത്തിൽ ഇട്ടതായി, ഈ വെള്ളത്തിനകത്തിൽ എലി വീഴുന്നത്. അപ്പൊ ഈ രാത്രി ദൈവം എന്നോട് പ്രാർത്ഥിച്ചാതെ ദൈവം വെളുപ്പിനെ 5:30 ആയപ്പോ ദൈവം എന്നെ ദർശനം കാണിക്കുക. ഒരു മേശ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ ഇതിലോട്ടൊന്ന് കയറി കിടക്ക്, ഞാനൊന്ന് നോക്കട്ടെന്ന്. എന്നെ പഠിപ്പിച്ച ഒരു സാറിനെ ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്നെ മേശയെ കിടത്തി പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു, മകളെ, നിനക്ക് ഇത് രോഗമല്ല, നീ കുടിക്കുന്ന വെള്ളത്തിൽ ബന്ധിച്ച ബന്ധനം അത് കോരി കുടിക്കുന്ന നിനക്ക് രോഗമെന്ന്. പെട്ടെന്ന് ഞാൻ കണ്ട് ഇത് ഉണർന്നു. 5:30 ആയപ്പോ ഞാൻ എഴുന്നേറ്റ് ഇച്ചിരി ഉപ്പെടുത്ത് എന്റെ കൈ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ കൊണ്ട് കിണറ്റിലിടുവാൻ ഇടയായി. അന്ന് മുതൽ കർത്താവ് എന്നെ സൗഖ്യമാക്കി. ശ്വാസം മുട്ടലിന് പിന്നീട് ഒരു ഹോസ്പിറ്റലിൽ കയറേണ്ട അനുഭവം വന്നിട്ടില്ല. ഞങ്ങൾ ആ മൈലപ്രായിന്ന് വിറ്റ് പോരുവോളം ആ കിണറ്റിൽ എലിയും വീണിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ മൈലപ്രായിൽ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് കരണ്ടില്ല. ഹല്ലേലൂയ. മാതാപിതാക്കള് ഹല്ലേലൂയ ആമേൻ വിറ്റുപോയി. അത് മേടിച്ച കുടുംബം ഞങ്ങൾക്ക് കറണ്ട് എടുക്കാൻ 2 പോസ്റ്റ് വേണം. കറണ്ട് എടുക്കാൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒപ്പിട്ട് തന്നു. ചേട്ടനും ഹല്ലേലൂയ ആ മേടിച്ച കുടുംബം ഞങ്ങൾക്ക് ഒപ്പിട്ട് തന്നു. എന്നാൽ അവരുടെ അടുത്ത് വന്ന് ആമേൻ പ്രിയപ്പെട്ടവന്റെ പിതാവും മാതാവും പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അവർക്ക് കറണ്ട് കൊടുക്കരുത്. കാരണം കറണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഈ വസ്തു വിറ്റ് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു. ഇവര് പോയി ഇത് സ്റ്റേ ചെയ്തു. സ്റ്റേ ചെയ്തേച്ചെന്റെ അമ്മ ഹല്ലേലൂയ പ്രിയപ്പെട്ടവന്റെ അമ്മ വന്നു നിന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളാണ് TV മേടിച്ചു, ആമേ പാൻ മേടിച്ചു, ഫ്രിഡ്ജ് മേടിച്ചു, എല്ലാം മേടിച്ചു, വയറിങ്ങും ചെയ്ത് കാത്തിരിക്കുക. എന്റെ മാതാവ് വന്ന് എന്നോട് പറഞ്ഞു, നീ ഒന്ന് കറണ്ട് എടുത്തേടി, നീ ഒന്ന് ഫ്രിഡ്ജ് ഓൺ ആക്കടി, നീ ഒന്ന് ഫാൻ ഇടടി എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു, ഞാൻ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ ഞാൻ ഇതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് ഒരു ഇടുങ്ങിയ വഴി തന്നു. 2 അടി വീതിയിൽ ഒരു വഴി, 5 അടി വീതി വഴി ചോദിച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ടവനോട് ചോദിച്ചു, പിതാവ്, എന്റെ മൂത്ത മകൻ പേർഷ്യയില്, എന്റെ ഇളയ മകന് ഗൾഫില് കൂലിപ്പണി ചെയ്യുന്ന നീ ആ കാർ എടുക്കാൻ പോവാണോ ചോദിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നാ ഞങ്ങൾ കാർ എടുത്തപ്പോൾ മുന്നേ ഞങ്ങൾ ആ വാഹനത്തെ കയറ്റിയത് ഞങ്ങളുടെ പിതാവിനെയാ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ അങ്ങനെ ആമേൻ കഴിഞ്ഞു. ഞാനൊരു പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ആ ദൈവദാസന് ആ ഭവനത്തോട് പറഞ്ഞ ദൂത, സൈനികരുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുവാൻ ആര്? യഹോവയുടെ കരം നീട്ടിയിരിക്കുന്നു, അത് മടക്കുവാൻ ആര്? ദൈവത്തിന് സ്തോത്രം. വേസ്റ്റ് കൊട്ടയിൽ എറിഞ്ഞിരിക്കുന്ന ചില പേപ്പർ കഷ്ണങ്ങൾ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം എടുക്കുവാണെന്ന് ആ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരോട് ദൂത് പറഞ്ഞെങ്കിൽ ഞാൻ അത് ഏറ്റെടുത്തു. ഞാൻ ഏറ്റെടുത്തിട്ട് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു കിടന്ന പ്രഭാതമായപ്പോൾ ഞാൻ ഒരു ദർശനം കാണുന്നു. ഞങ്ങളുടെ മുറ്റത്ത് കിണർ വെട്ടി, കിണർ നിറച്ച് വെള്ളം. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഇന്ന് പകൽക്കാലം ഒരു വിടുതല് നമ്മുടെ ഭവനത്തിൽ നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുക. ഒരു വിളി കേൾക്കാം, ബാവുവേ ബാവുവേ എന്ന് വിളിക്കുന്നു. അടുത്തുള്ള ഒരു ഈഴവ സ്ത്രീ ആമേൻ ഹല്ലേലൂയ, ഒരു ഈഴവ സാറ ഹല്ലേലൂയ എഞ്ചിനീയർ ആയിട്ട് ഇലക്ട്രിസിറ്റിയിൽ ഇരിക്കുന്നത്. ആ സാറിന്റെ ബന്ധുക്കാരാ. ആ സാറിനോട് വിളിച്ചു പറഞ്ഞു, ബാവു എത്രയും പെട്ടെന്ന് ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെല്ല്, കറണ്ട് ഞങ്ങൾക്കായിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞത് എന്തുവാ? ജീവിക്കുന്ന ദൈവത്തെയാ ഞാൻ വിളിക്കുന്നെങ്കിൽ ദൈവം ഞങ്ങൾക്ക് കറണ്ട് തരുമെന്ന്. ആര് സ്റ്റേ ചെയ്താലും, ആര് വഴിയെ തടഞ്ഞാലും, ആരടച്ചാലും കർത്താവ് തുറന്നാൽ അതടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവദാസ് ആമേൻ എന്റെ മരുമകളുടെ ഹല്ലേലൂയ കൂട്ടുകാരിയുടെ വിവാഹത്തിന് വേണ്ടി പോകാന് ഒരു ദൈവദാസന്റെ വാഹനം എടുത്തുകൊണ്ടുവന്ന് എന്റെ കുഞ്ഞ് വിടിട്ടിട്ട് ഒരു ബൊലോറോയുടെ വാഹനം
എന്നോട് പറഞ്ഞ അമ്മേ, ഇതുപോലൊരു വാഹനം കിട്ടാൻ അമ്മയൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്ത് കർത്താവേ, ഇതുപോലൊരു വാഹനം കർത്താവ് തന്നതിനായിട്ട് സ്തോത്രം സ്തോത്രം പറഞ്ഞു. 2015 9 ലക്ഷം രൂപയുടെ പുതിയ ആമി ബൊലോറോയുടെ വാഹനം കളറ് പോലും വ്യത്യാസമില്ലാതെ കർത്താവ് തന്നു. ഇന്നും എന്റെ മുറ്റത്ത് ആ വാഹനം കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏതെല്ലാം വിഷയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അതിനെല്ലാം കർത്താവ് മറുപടി തന്നു. അന്ന് ആ പ്രിയപ്പെട്ടവന് സമാധാനം തരത്തില്ല, ഒരു ദിവസം പോലും സ്വസ്ഥത തരത്തില്ല. പ്രാർത്ഥന കഴിഞ്ഞ് കടന്നു വരും ആൾക്കാർ, ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലെ കടന്നു വരും. ഹല്ലേലൂയ, മദ്യപിച്ചിട്ട് ഹല്ലേലൂയ ഭയങ്കര പ്രശ്നങ്ങള്. ആമീൻ. ഒരു ദിവസം ജോലി കഴിഞ്ഞു വന്നിട്ട്, ദിവസവും ജോലി കഴിഞ്ഞ് വന്നിട്ട് രാത്രി മുഴുവനും മേളവും വായും ചീത്തവിളി വഴക്കുമാ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അനുഭവമില്ലാതെ കടന്നു പോകുമ്പോ 2021 ഞാൻ ദൈവസന്നദ്ധി നിലവിളിച്ചു. ദൈവം എനിക്കൊരു വചനം തന്നു. കരയാതെ നിന്റെ ശബ്ദത്തെയും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണിനെ അടക്കിക്കൊള്ളുക. കർത്താവിനെ ഒരു ദർശനം കാണിച്ചു. മുള്ളുകൾ നിറഞ്ഞ ഒരു വഴിയിലൂടെ ഞാൻ യാത്ര കടന്നു പോവുക. കുറെ കഴിയുമ്പോൾ ആമീൻ നല്ല സ്ഥലമായ സ്ഥലത്ത് ഞാൻ ചെന്നു നിൽക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ കഷ്ടതകൾ തീരാൻ സമയമായി. കർത്താവ് ഈ വചനവും തന്നു. 2021 എനിക്ക് ഡൽഹിയുടെ ദേശത്ത് കടന്നു പോകേണ്ട അവസ്ഥ കടന്നു വന്നു. എന്റെ രണ്ടാമത്തെ മകന്റെ ആമീൻ മൂത്ത പൈതലിന് TV ആണെന്ന് പറഞ്ഞു എന്നെ വിളിച്ച് 21 ദിവസം അവർ ഉപവാസം ക്രമീകരിച്ചു. അമ്മ എത്രയും വേഗം ഡൽഹി വരണം. ആമീൻ. അനുഗ്രഹ എന്ന അവിടെ പേര്. അവളെ കൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റത്തില്ല, അമ്മ അവൾക്ക് വേണ്ടി വന്ന് കൂട്ടിയിരിക്കണം, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇവക്കൊരസുഖവുമില്ല. ദൈവത്തിന് സ്തോത്രം. ഉണ്ടാകുന്ന ഫലം കൊഴിച്ചു കളയുന്ന ഒരു കള്ളനെ ദൈവം എന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ കാണിച്ചു. ഞാൻ അങ്ങനെ ചെന്ന് ആ ഭവനത്തിൽ ചെന്നു. ഡൽഹി ചെന്നു. 2021 നവംബറില് ഞാൻ ഡൽഹി ചെന്നു. ഡൽഹി പോകുന്നതിന്റെ തലേ ദിവസവും എന്റെ പ്രിയപ്പെട്ടവൻ എന്റെ ബാത്റൂമിനകത്ത് കയറ്റി എന്റെ കൊങ്ങായിക്ക് പിടിച്ച് എന്നെ കൊല്ലാനൊരുങ്ങി. അവിടെ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടെ കടന്നു എന്ന് കാമി പൈതലിനെ വിളിച്ചിരുത്തി പൈതലിന്റെ മേത്ത് കരം വെച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. 3 ദിവസം കഴിഞ്ഞപ്പോ കുഞ്ഞിന്റെ റിസൾട്ട് വന്നു. കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല. ദൈവത്തിന് സ്തോത്രം. 21 ദിവസം ഉപവാസമോ ഞാനും ആമേൻ ഉപവസിക്കാൻ തുടങ്ങി. ആ 21 ദിവസം ഉപവാസം തുടങ്ങി. കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഉപവസിക്കേണ്ട, വീട്ടിൽ ചെല്ലുമ്പോ ക്ഷീണിച്ചിരിക്കും, മോന്റെ അവിടെ പട്ടിണിയായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, ഞാൻ ഉപവസിക്കും. ആ 11ാമത്തെ ദിവസം എനിക്ക് ഡിസ്ട്രിക്റ്റിന്റെ സഹോദരിമാരുടെ വലിയൊരു മീറ്റിംഗ് ദൈവം എനിക്ക് അവിടെ ക്രമീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹിന്ദി ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ആമേൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ശുശ്രൂഷ ഞാൻ ചെയ്യുന്നത്. അനേക ദൈവദാസന്മാര്, അനേക സഹോദരിമാരുള്ള വലിയൊരു മീറ്റിംഗില് എനിക്ക് 1 മണിക്കൂർ തന്നിട്ട് ഒന്നുമില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മോനോട് ആ ദൈവദാസി പറഞ്ഞു, ഡിസ്ട്രിക്റ്റിന്റെ പാസ്റ്ററിന്റെ ഭാര്യ പറഞ്ഞു, ആമേൻ, എല്ലാ സഹോദരിമാരെയും മീറ്റിങ്ങിന് വിളിക്കും, 10-15 മിനിറ്റ് സംസാരിച്ചിട്ട് അവര് നിർത്തും, പിന്നെ സമയം ആമേൻ ചുമ്മാ വേസ്റ്റ് ആക്കി കളയും. അമ്മയും അതുപോലാണോ ചോദിച്ചു. എന്റെ മോൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ നീ ധൈര്യമായിട്ടിരിക്കുക. അന്ന് രാത്രി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ 1 മണിക്കൂർ ദൈവവചനം ശുശ്രൂഷിക്കാൻ ദൈവം എനിക്ക് കൃപ തരണമെന്ന്. ആ രാത്രി ഞാൻ ഒരു കാഴ്ച, ആമേൻ, ഒരു വെളിപ്പാട് ദൈവം എന്നെ കാണിച്ചെന്ന് പറഞ്ഞാൽ അല്ല മാജിക്കുകാര് കാണിക്കുന്നത് പോലെ ചില പേപ്പറുകൾ വായിലോട്ട് ഉരുട്ടിയിട്ടു. പക്ഷെ വലിക്കുമ്പോൾ പള്ളി പോലെ പേപ്പറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമോ. എനിക്ക് മനസ്സിലായി, ദൈവവചനം കർത്താവിന്റെ ആമി വായി ഉദരത്തിൽ എസ്കേൽ പ്രവാചകൻ കണ്ടതുപോലെ ദൈവവചനം കൊണ്ട് ദൈവത്തിന്റെ ഉദരം നിറച്ചു. ദൈവത്തിന് സ്തോത്രം. 1 മണിക്കൂർ എനിക്കൊന്നുമില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒടുക്കം ദൈവദാസന്മാര് ഞങ്ങളുടെ പൈതലിനോട് പറഞ്ഞു, അമ്മയ്ക്ക് സമയം തികഞ്ഞില്ലെന്ന്. പിന്നെ എന്നെ വേറെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. ദൈവത്തിന് സ്തോത്ര. ഉപവാസ പ്രാർത്ഥനയ്ക്ക്. ഞാൻ ആ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ഒരു പിതാവും ഒരു മാതാവും 30 വയസ്സുള്ള മകനെ കൊണ്ട് അവിടെ കടന്നു വരുവാനിടയായി. എന്നോട് പറഞ്ഞു, ആന്റി, ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവന് ഹല്ലേലൂയ ആമേൻ ആഹാരം കഴിക്കത്തില്ല, കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല, ഭാര്യയും കുഞ്ഞും പിണങ്ങിപ്പോയി, ഒരു വട്ടനെ പോലെ ജോലിക്ക് പോകത്തില്ല, ഭവനത്തിനകത്തിൽ ഇരിക്കുക. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു. ദൈവം അവനെ സൗഖ്യമാക്കി. ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തിയെ വിടുവിക്കണമെങ്കിൽ ദൈവം അതിന് മുഖാന്തരങ്ങൾ ഒരുക്കി
നമ്മളെ കൊണ്ടുപോകുന്ന ദൈവമാ. ആ ഡൽഹിയുടെ പട്ടണത്തില് ആ വ്യക്തിയെ വിടുവിക്കണമെങ്കിൽ എന്റെ കുഞ്ഞിന് വയ്യാന്ന് പറഞ്ഞാല് എനിക്ക് അവിടെ പോകാൻ പറ്റത്തുള്ളൂ. എന്റെ കുഞ്ഞിന് രോഗമല്ലായിരുന്നു. കർത്താവ് എന്നെ ആ ശുശ്രൂഷ അവിടെ ചെയ്യിപ്പിക്കാൻ എന്നെ കൊണ്ടുപോയതാ. ദൈവത്തിന് സ്തോത്രം. 21 ദിവസത്തെ ഉപവാസം കഴിഞ്ഞു ജനുവരി 2-ാം തീയതി ഞാൻ പ്രാർത്ഥിക്കാനിരുന്നു. 4 മണിയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവാത്മാവെന്നോട് പറഞ്ഞു, നിന്റെ ഭവനത്തിലെ ബന്ധനം ഞാൻ അഴിക്കും, അത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്റെ മൂത്ത പൈതല് രാവിലെ വൈകിട്ട് എന്നെ എന്നും വിളിക്കും, ഒരു ദിവസം പോലും വിളിക്കാതിരിക്കത്തില്ല. എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, മോനെ, ഭവനത്തിലെ ബന്ധനം ദൈവം അഴിച്ചു. ദൈവം എന്നോട് പറഞ്ഞത്, കരയാതെ നിന്റെ ശബ്ദത്തെയും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണിനെ അടക്കിക്കൊള്ളും. ആ 2-ാമത്തെ ദിവസം ദൈവാത്മാവെന്നോട് സംസാരിക്കുന്നു, നിന്റെ ഭവനത്തിലെ ബന്ധനത്തെ ഞാൻ അഴിക്കുമെന്ന്. 3-ാമത്തെ ദിവസം ഹാലയിൽ എന്റെ പ്രിയപ്പെട്ടവന് ആമീൻ ആമീൻ എന്റെ സഹോദരങ്ങൾ ഇവിടെ അടുത്തുണ്ട്. അങ്ങനെയാ ഞാൻ ഈ ദേശത്ത് വന്നത്. എന്റെ സഹോദരങ്ങൾ, ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ കടന്നു പോന്നു. ഞാൻ ഡൽഹിയിൽ പോന്നു, ചെന്നൈയിൽ പോന്നു, ഹല്ലേലൂയ, ബാംഗ്ലൂരിൽ പോന്നു, ഗൾഫിൽ പോന്നു. ഇങ്ങനെ ആവുമ്പോൾ അവർക്ക് അത് സഹിക്കാൻ കഴിയാതെ പ്രിയപ്പെട്ടവരോട് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഭവനത്തിനകത്ത് പ്രശ്നമുണ്ടാക്കും. മദ്യവെക്കുന്നവനല്ലേ, എന്തെങ്കിലും കേട്ടാല് അത് പറഞ്ഞ് വിഷയമുണ്ടാക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ ആമീൻ എനിക്ക് വളരെ എതിരായി ഹല്ലേലൂയ പ്രശ്നങ്ങൾ ഒരുക്കി. ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി കഴിമരം ഒരുക്കെങ്കിൽ ആമാൻ ഒരിക്കൽ കഴിവുമരത്തിന് ആമാനെ തൂക്കിയെന്ന് പറഞ്ഞതുപോലെ അവര് തമ്മിൽ പ്രശ്നങ്ങളായി. ദൈവത്തിന് സ്തോത്രം. അവര് ചില കണ്ണിലെ കേസുകൾ പ്രിയപ്പെട്ടവന് കൊടുക്കുവാനിടയായി. അതോടുകൂടെ എന്റെ ഭവനത്തിലെ ബന്ധനത്തെ ദൈവം അഴിച്ചു. എന്റെ ദൈവം എന്നോട് പറഞ്ഞത്, നിന്റെ ഭവനത്തിലെ ബന്ധനം ഞാൻ അഴിക്കും, അത് നീ നിന്റെ കണ്ണുകൊണ്ട് കാണുമെന്ന്. അങ്ങനെ ഹല്ലേലൂയ 2021 മുതല് എന്റെ ഭവനത്തിനകത്തില് ദൈവ സമാധാനം തന്നു. പ്രിയപ്പെട്ട, മദ്യപാനം പുകവലിയും ഉണ്ട്, അത് നിർത്തി വഴക്ക് എന്റെ കർത്താവ് നിർത്തുവാനിടയാക്കി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സമാധാനത്തോടെ ഞങ്ങൾ കടന്നു പോകുന്നു. പ്രാർത്ഥനയ്ക്ക് കടന്നു വരും. പൂർണ്ണമായ ദൈവസന്നിധിയിലും കടന്നു വന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ദിവസങ്ങളിലും പലപ്പോഴും ഞാൻ പറയും, കർത്താവ് ഹല്ലേലൂയ നിങ്ങളെ പിടിക്കും. കർത്താവ് പിടിച്ച പിന്നെ പിടിവിക്കാൻ ആർക്കും കഴിയത്തില്ലെന്ന് പറയും. ആരെങ്കിലും പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവൻ മദ്യപിച്ച് ഇങ്ങനെ ഇരിക്കും. എനിക്കത് ഭയങ്കര വിഷമമാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങിയതാ. ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം കർത്താവ് തന്നത്. അതിനകത്തിൽ ഇങ്ങനെ മദ്യപിച്ചിട്ടിരിക്കുന്ന കാണുമ്പോ എനിക്ക് സങ്കടമാ. പല ആൾക്കാരല്ലേ പ്രാർത്ഥിക്കാനായി കടന്നു വരുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാല് കഴിഞ്ഞ ദിവസങ്ങളിലും ശാരീരികമായ ക്ലേശത്താൽ ഭാരപ്പെട്ട് ദൈവത്തിന് സ്തോത്രം ഹോസ്പിറ്റലിൽ കടന്നു ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, മദ്യപിക്കരുത്, പുകവലിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പം ഒരു 10-15 ദിവസത്തോളമായി ഹല്ലേലൂയ തീരുമാനമെടുത്തു. ഹല്ലേലൂയ എന്റെ കൂടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കാനിരുന്ന എന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തില്ലായിരുന്നു. ഈ ദിവസങ്ങൾ തീരുമാനമെടുത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നു. എന്റെ കൂടെ വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. മറ്റേ ഇതിനൊന്നിനും വരത്തില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ശനിയാഴ്ച ഞാനും ഒരു സഹോദരിയും കൂടെ ഇങ്ങനെ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രിയപ്പെട്ടവൻ ചില വിഷയങ്ങൾ കാണുവാനിടയായി. പിശാചിന്റെ കയ്യിൽ നിന്നും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയം പ്രിയപ്പെട്ടവനെ വിടുവിച്ച് ദൈവം പുറത്തു കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇവിടെ കടന്നു വന്ന് എന്നോട് വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, സമയം എന്തുവായെന്ന്. ശനിയാഴ്ച 12 മണിയായെന്ന് പറഞ്ഞു പകല്. ആ 12 മണി സമയം ഞാനും ഒരു സഹോദരിയും കൂടെ ശക്തമായി പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയമാകുമ്പോ ഏത് വ്യക്തി എതിലെ കടന്നു പോയാലും പിടിവെച്ച് പുറത്തു കൊണ്ടുവരുന്ന ദൈവം. ആമീൻ. ഹല്ലേലൂയ. സമയമാകുമ്പോ ദൈവം പുറത്തു കൊണ്ടുവരുന്ന ദൈവമാ. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ. ആമീൻ. മൂത്ത മകന് 2 മക്കള്, ഹന്ന, മന്ന. ആമീൻ. ഹല്ലേലൂയ. ഇളയ മകന് ഒരു മോന്, ഒരു മോള്. ഹല്ലേലൂയ. ആമീൻ. അനുഗ്രഹ നെഹമ്യ. ആ ഇളയ മോന സിസ്റ്ററിന് നേരത്തെ എന്റെ നമ്പര് തന്നത്. നിങ്ങളുടെ അമ്മയെ വിളിക്കുക. ഹല്ലേലൂയ. സ്കൂളിൽ പഠിക്കാൻ കടന്നുപോയാൽ പഠിപ്പിക്കുന്നതൊന്നും അവൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു. കാരണം വീട്ടിൽ കടന്നു വരുമ്പോൾ അമ്മ ജീവനോടുണ്ടോ എന്നുള്ള ചിന്തയിൽ ഹല്ലേലൂയ പഠിപ്പിക്കുന്ന ശ്രദ്ധിക്കാതെ ഇരുന്ന നിമിഷങ്ങൾ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിൽ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെ വിടുവിച്ചു. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ സേവിച്ച ദൈവം, ഞാൻ സേവിച്ച ദൈവം ആമീൻ വിടുവിച്ചു. എന്തൊക്കെ ദൈവത്തോട് ചോദിച്ചു, ആ നന്മകളെല്ലാം ദൈവം തന്നു. പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, കർത്താവേ ഭൗതികമായ ആത്മീകമായ നന്മകളെല്ലാം കർത്താവ് തന്നു.
പ്രിയപ്പെട്ടവനെ മാത്രം ദൈവം മടക്കി തരത്തില്ലയോ എന്ന് ഞാൻ ചോദിച്ചു. എന്നാൽ ഈ ദിവസങ്ങളില് ഒരു മടങ്ങി വരവിന്റെ അനുഭവം ഹല്ലേലൂയ ജീവിതത്തെ ദൈവം കൊടുത്തു. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ചെന്നൈയില് ഹല്ലേലൂയ കടന്നുപോയി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം കൃപ തന്നു. ബാംഗ്ലൂരിൽ കടന്നുപോയി ശുശ്രൂഷ ചെയ്യാൻ കൃപ തന്നു. ഡൽഹി കടന്നുപോയി ശുശ്രൂഷ ചെയ്യാം. ഡൽഹി 10 ദിവസത്തേക്ക് ഏപ്രിൽ മാസത്തില് മാർച്ച് മാസം അവസാനം കടന്നുപോയെങ്കിൽ ആ 10 ദിവസവും മീറ്റിംഗ് കർത്താവ് ഒരുക്കി തന്നു. എന്നോട് എല്ലാവരും ചോദിച്ചു, 1 മാസത്തേക്ക് കടന്നു വരാൻ കഴിയായിരുന്നോന്ന്. ദൈവവചനം ശുശ്രൂഷിക്കാൻ കർത്താവ് കൃപ തന്നു, വെളിപ്പാടുകൾ തന്നു, ദർശനങ്ങൾ തന്നു. ആർക്കും ഹല്ലേലൂയ അറിയാത്ത രഹസ്യങ്ങളെ ദൈവാത്മാവിനോട് പറഞ്ഞത് മനുഷ്യന്റെ ഹൃദയ രഹസ്യങ്ങളെ വായിക്കുന്ന ക്രിസ്തുവിന്റെ പത്രമാ. ആമേൻ. ഒരു 2 ആഴ്ചക്ക് മുമ്പ് എറണാകുളത്തുനിന്ന് ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ കടന്നു വന്നു. ആ ദൈവദാസൻ ആരെങ്കിലും എന്നെ വിളിക്കുമ്പോ ഞാൻ പറയും, നിങ്ങളുടെ വിഷയം ഇങ്ങോട്ട് പറയല്ലോ, അങ്ങോട്ട് പ്രാർത്ഥിച്ച് പറഞ്ഞതിന് ശേഷമേ ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വെളിപ്പെടുത്താവൂ. അല്ലെങ്കിൽ ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാത്മാവ് വെളിപ്പെടുത്തിയാലും പറയാൻ കഴിയത്തില്ല. കാരണം എറണാകുളത്തു നിന്നൊരു ഒരു സഹോദരനും സഹോദരിയും കൂടെ ഞങ്ങളുടെ ഭവനത്തിൽ 2 ആഴ്ചയായുള്ള പ്രാർത്ഥിക്കാൻ കടന്നു വന്നു. എന്നോട് പറഞ്ഞു, ആന്റി പറഞ്ഞില്ലേ ഞങ്ങളോട് വിഷയം ഒന്നും പറയണ്ട, പ്രാർത്ഥിച്ചിട്ട് പറയാം. ഞാൻ പറഞ്ഞു ഓക്കെ. പ്രാർത്ഥിക്കുവാനിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ ദൈവാത്മാവനോട് പറഞ്ഞു, ആ സഹോദരന്റെ വയറിന്റെ ഭാഗത്ത് ആമേൻ ഒരു തടിപ്പ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന വിഷയങ്ങളുണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞ് നിർത്തിയപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ഹിന്ദു വായിഗ്രവണ്ടിന്ന് ദൈവത്തെ അറിയാൻ ഇറങ്ങി തിരിച്ച കുടുംബമോ എന്നോട് പറഞ്ഞു, ഈ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ഇവിടെ കടന്നു വന്നത്. ഒരുപാട് ഇടങ്ങളില് ആമി പ്രാർത്ഥിച്ചു. ആ സഹോദരൻ വെളിപ്പാടും ഒക്കെ പറയുന്ന വ്യക്തിയോ ഒരുപാട് കല്ലിൽ മരുന്ന് ചെയ്തു. ഇന്ന് വരെ അതിനൊരു കുറവുമില്ല, ആരും കണ്ടും പിടിച്ചില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം വലത്തു ഭാഗത്ത് വയറിന്റെ ഭാഗത്ത് ആ തടിപ്പ് വരെ ദൈവം എന്നെ കാണിപ്പാനിടയായി. അവരുടെ വിഷയങ്ങളൊക്കെ ദൈവാത്മാവിൽ വെളിപ്പെടുത്തി. ഇങ്ങനെ ആമേൻ കല്ലലിയോ ആരെന്നെ വിളിച്ചാലും ഞാൻ അവരോട് പറയും, ഒരു കാര്യവും ഇങ്ങോട്ട് പറയല്. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നിന്ന് ഒരു മകൻ എന്നെ വിളിച്ചിട്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആന്റി എന്റെ ഭവനത്തിൽ ചെങ്ങന്നൂര് കടന്നുപോയി, ആന്റി ഒന്നും പ്രാർത്ഥിര്. ഒരുപാട് പേര് പ്രാർത്ഥിച്ചു, ഒരു വിടുതലും ഇല്ലാത്ത വിഷയങ്ങളുണ്ട്. ആന്റി സംസാരിച്ചത് ആമേൻ സകലതും സത്യം. ഞാൻ എല്ലാരോടും പറയും, ദൈവാത്മാവിനല്ലാതെ സത്യം പറയാൻ ആർക്കും കഴിയത്തില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരുപാട് വിടുതലിന്റെ ശുശ്രൂഷകള് കർത്താവ് എന്നിലൂടെ ചെയ്തെടുപ്പിക്കുവാനിടയായി. ഇതുകൊണ്ട് തീച്ചൂളയുടെ അനുഭവത്തിലൂടെ ദൈവം എന്നെ കടത്തിവിട്ടത് ഒന്ന് പുറത്തു വരണമെങ്കിൽ അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയെ കൂട്ടിക്കൊണ്ടുപോയി കൃത്യമായി സംസാരിക്കുന്ന ദൈവമാ. ദൈവത്തിന് സ്തോത്രം. ഒരു ഹല്ലേലൂയ രാത്രിയില് ഞാൻ കരഞ്ഞു കിടന്നപ്പോൾ ഒരു മാതാവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മകളെ ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. നിന്റെ ജീവിതം ഓർക്കുമ്പോ ഭാരമുണ്ട്, എന്നാൽ നീ ഭയപ്പെടരുത്. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഓരോ വാഗ്ദത്ത വചനങ്ങളും ദൈവം എനിക്ക് തന്നു. അവൻ എന്നോട് പറ്റിയിരിക്കാം, ഞാൻ അവനെ വിട്ടുവെക്കും. അവൻ എന്റെ നാമത്തെ അറിയ, ഞാൻ അവനെ ഉയർത്തും. ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കും. ഈ വാഗ്ദത്ത വചനങ്ങളെല്ലാം എന്റെ കർത്താവ് ഓരോ വർഷവും എനിക്ക് തന്ന വാഗ്ദത്ത വചനങ്ങളാ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഓരോ വിഷയങ്ങളും ദൈവശബ്ദം ആമേൻ എന്തെല്ലാം വന്നാലും ദൈവം കൂടെയുണ്ട്. ഓരോ ശബ്ദവും ദൈവം കേൾപ്പിച്ച് ഓരോ ആലോചനകൾ തന്ന് ദൈവിക ദർശനങ്ങൾ തന്ന് ദൈവം എന്നെ നടത്തും. ജീവിതത്തിൽ നഷ്ടമായാലും പരാജയമായാലും നന്മയായാലും ദൈവം എനിക്ക് ദർശനം തരും. നാളെ നടക്കാനുള്ള കാര്യങ്ങൾ ഇന്നേ ദൈവം എന്നെ കാണിക്കും. ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, വിടുതലെടുക്കും. ദൈവം അങ്ങനെ ഇന്ന് വരെ നടത്തി, ഒന്നിനും കുറവില്ലാതെ. യഹോവ എന്റെ ഇടയനാകും, എനിക്ക് മുട്ടുണ്ടാകില്ലെന്ന് ദൈവത്തിന്റെ വചനപ്രകാരം ദൈവം പറഞ്ഞു നടത്തുന്ന ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. അനേകര് ടിക്കറ്റ് എടുത്ത് എന്ന് പറഞ്ഞ് വിളിക്കുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ എനിക്ക് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ പലപ്പോഴും ഞാൻ ഭവനത്തിനകത്തില് ഒതുങ്ങിയിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ദൈവം അയക്കുന്നിടത്തൊക്കെ കടന്നുപോയി. ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പ ദൈവം തരുന്ന ആലോചന പറയോ, വെളിപ്പാട് പറയുവാനും ദൈവം കൃപ തന്നുകൊണ്ടിരിക്കുന്നു. അനേകരുടെ സാക്ഷി ജോയ്സ് ടിവിയില് ഞാൻ പലപ്പോഴും കയറി പലരുടെയും സാക്ഷ്യം ഞാൻ കേൾക്കാറുണ്ട്. ദൈവം ഓരോ അനുഭവത്തിലൂടെ ഓരോരുത്തരെയും വിളിക്കുന്ന എല്ലാവരും ഒതുങ്ങി ഒരു സ്ഥലത്തിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ഉള്ളത് കൊണ്ട്
ആമേൻ ഇങ്ങനെ ടിവികൾ ആളിൽ ഉള്ളത് കൊണ്ട് അനേകർ അറിയപ്പെടുന്ന വ്യക്തികളാക്കി ദൈവം തീർക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരു മനുഷ്യനെ ഉയർത്തണമെന്ന് വിചാരിച്ച, ഒരു മനുഷ്യനെ ഹല്ലേലൂയ വളർത്തണമെന്ന് വിചാരിച്ച, അത് ഏത് രീതിയിലെങ്കിലും ആ വ്യക്തിയെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന ദൈവമാ. ആർക്കും ഒതുക്കാൻ കഴിയത്തില്ല. നശിപ്പിച്ച് കളയാമെന്ന് പലരും ചിന്തിക്കും, കൊന്നു കളയാമെന്ന് ചിന്തിക്കും, ഒതുക്കി കളയാമെന്ന് ചിന്തിക്കും. നമുക്കറിയാം മോശയുടെ അനുഭവം, ജോസഫിന്റെ അനുഭവം. ദൈവത്തിന് സ്തോത്രം. ജോസഫിന് അവന്റെ അപ്പന് കൊടുത്ത അങ്കി മുഖാന്തരം, അവന് കൊടുത്ത ദർശനം മുഖാന്തരം അവന്റെ സഹോദരന്മാര് അവനെ കൊന്നുകളയാൻ പദ്ധതിയിട്ടു. പക്ഷെ കാരാഗ്രഹവും പൊട്ടക്കിണറും പൊത്തിപ്പേറിന്റെ അനുഭവം ഭവനം വന്നാലും ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കും, സമയത്തിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകാലും അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം താമസിക്കയില്ല. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളി അനുഭവം ഉണ്ടാകില്ല. ഗോശാലുകൾ കന്നുകാലികളില്ലെന്ന്, ആട്ടുംകൂട്ടം തൊഴുത്തുകൾ നശിച്ചാലും, ഒലിവൃക്ഷത്തിന്റെ ഫലം നിഷ്ഫലമായി പോയാലും, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ ദൈവം എന്റെ ബലമാകുന്നു. അവൻ എന്റെ കാലിലെ മാൻപയുടെ കാലിന് തുല്യമാക്കി ഗിരികളിൽ നിർത്തുമാറാക്കുന്ന ദൈവമോ. എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കടന്നു വന്ന് നിന്നെ ഒതുക്കാമെന്ന് ശത്രു ചിന്തിച്ചാലും, ദൈവമാ നിന്നെ വിളിച്ചതെങ്കിൽ, ദൈവമാ നിന്നെ കണ്ടതെങ്കിൽ, ദൈവമാ നിന്നെ തെരഞ്ഞെടുത്തതെങ്കിൽ ആർക്കും ഒതുക്കാൻ കഴിയത്തില്ല. വളർത്തേണ്ട സ്ഥാനത്ത് എത്ര എതിരുകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും ദൈവം അവിടുന്ന് വളർത്തു. മരണത്തിന്റെ അനുഭവങ്ങൾ പലതും എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. പറയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അവിടെ നിന്നെല്ലാം എന്റെ ദൈവം എന്നെ വിടുവിച്ചു പുറത്തു കൊണ്ടുവന്ന് 2024 ഏപ്രിൽ മാസത്തിൽ ഞാൻ ഈ ലോകത്തോട് യാത്ര പറയേണ്ട അനുഭവം എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ദൈവാത്മാവനോട് പറഞ്ഞു, ഒരു ദൈവദാസനിലൂടെ ആലോചന അറിയിച്ചു. ചൂട് നിമിത്തം പൗലോസിന്റെ കയ്യേല് അണലി ചുറ്റി അവൻ അതിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞതുപോലെ ചില സംഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. ആലയിലെ അതേ അനുഭവം എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഞാൻ ഒരു ഹോസ്പിറ്റലിലും കടന്നു പോകത്തില്ല. എന്റെ ശുശ്രൂഷ തീർന്നുവെങ്കിൽ എന്റെ ദൈവം എന്നെ വിളിക്കണം, ഇല്ല എങ്കിൽ എന്റെ ദൈവം എന്നെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കണമെന്ന്. എന്റെ ദൈവം അവിടെ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഒരുപാട് ശുശ്രൂഷ ചെയ്യിപ്പിച്ചു. ഈ ദിവസം മുഴുവനും പറഞ്ഞാലും ശുശ്രൂഷ ചെയ്യിപ്പിച്ചത് പറഞ്ഞാൽ തീരത്തില്ല. അതുപോലെ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ, അമേരിക്കയില്, ഡാളസില്, യുകെയില്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, എനിക്കറിയത്തില്ല സിസ്റ്ററെ, എവിടൊക്കെ ദൈവം ഹല്ലേലൂയ ഒരാള് നമ്പർ കൊടുത്ത് വേറൊരാൾക്ക് കൊടുത്ത് അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ച് അനേക വിടുതലിന്റെ ശുശ്രൂഷ കർത്താവ് ചെയ്യിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ചില മേതിവണ്ടിയുടെ അനുഭവവും ജീവിതത്തിലുണ്ട്. പലപ്പോഴും കഷ്ടത വരുമ്പോ എന്തുകൊണ്ടാ കഷ്ടത ഇങ്ങനെ തരുന്നത്? പക്ഷെ ഇതിന്റെ പിമ്പിൽ ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്. ദൈവം ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടത്തിവിടും. പൊന്നുപോലെ പുറത്ത് കർത്താവ് കൊണ്ടുവരും. കർത്താവിന്റെ കരങ്ങളിൽ എടുത്ത് ശക്തമായി ഉപയോഗിക്കും. നല്ല ആയുധമാക്കി ദൈവം ഉപയോഗിക്കുന്ന ദൈവമാ. ദൈവത്തിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ സിസ്റ്ററേ, കർത്താവ് ശക്തമായി കരങ്ങൾ എടുത്ത് ദൈവം ഉപയോഗിക്കുന്ന ദിനങ്ങൾ മുമ്പിലുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവെന്ന് പകൽക്കാലം വ്യക്തമായി ഇടപെടുകയാണ്. പേർ ചൊല്ലി വിളിച്ച ദൈവമാ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവിന്റെ കണ്ണ് കണ്ടതാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്റെ ഉള്ളം കരത്തിൽ ഞാൻ നിന്നെ വരച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവ് കണ്ടാൽ തടയാൻ ആർക്കും കഴിയത്തില്ല. കരുതുന്ന ദൈവം, വളർത്തുന്ന ദൈവം, അവനെല്ലാം നൽകിത്തരുന്ന ദൈവം. അവന്റെ സന്നിധിയിൽ ഒന്നിനും കുറവില്ല. ദൈവം എന്റെ തലമുറകളെ മാനിച്ചു. അവർക്ക് കുടുംബം കൊടുത്തു, അവർക്ക് നല്ല ജോലി കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങള് 4 പേരും കൊച്ചുമക്കള്. ആത്മീയ ജീവിതത്തിലോ ആത്മീയ അനുഭവത്തിലോ അവര് മുൻപന്തിയില് അവര് നിൽക്കുന്ന കുഞ്ഞുങ്ങള്. ഞാൻ 2 കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തി ചെറുപ്രായത്തില് അവരെ സകലതും ദൈവവചനം പഠിപ്പിച്ച് അവരെ വളർത്തിക്കൊണ്ടുവന്നെങ്കിൽ അവരാ അനുഭവത്തിൽ 4 പേരും മുമ്പോട്ട് പോന്നു. ദൈവത്തിന് സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന ദൈവത്തിന് സകല മാനവും മഹത്വം അർപ്പിക്കും. ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത് ആരാ? ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ജീവനോ മരണോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്ക്
ഈ ലോകത്തിലെ യാതൊരു സൃഷ്ടിക്കും ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ കഴിയത്തില്ലെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ദൈവ ഒന്ന് ഹല്ലേലൂയ എന്റെ ജീവിതത്തെ കടന്നു വരാൻ ഇന്നയോളം നിർത്തി. ഞാൻ ഒരു ദർശനം കൂടെ കണ്ടത് പറഞ്ഞു നിർത്തട്ടെ. ഒരു രാത്രി ഞാൻ ദർശനം കാണുന്നു. പനി വന്ന് കൂടി ആലയിൽ ഞാൻ ബോധമില്ലാതെ കിടന്ന ഒരു രാത്രി ഞാൻ എന്റെ മാതാവിനോട് പറഞ്ഞു, അമ്മ പാസ്റ്ററെ പോയി വിളിച്ചോണ്ട് വാ, ആലയിൽ എന്നെ പ്രാർത്ഥിച്ചു വിട്, ഞാൻ പോവാ എന്ന് പറഞ്ഞു, സ്വർഗത്തിൽ പോവാ എന്ന് പറഞ്ഞു. ഞാൻ ആ രാത്രി മുഴുവനും സ്വർഗം അതിന്റെ സകല അനുഭവങ്ങളും ഞാൻ കാണുവാനിടയായി. അത് കഴിഞ്ഞ് 2 വർഷമായി കാണും. ഞാൻ ഒരു ദർശനം കൂടെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഒരു വണ്ടി, വലിയൊരു വണ്ടി കൊണ്ടുവന്നിട്ടിട്ട് ഡ്രൈവർ ആലയിൽ എല്ലാവരോടും പറഞ്ഞു ഒരുങ്ങാനും എല്ലാവരും ഒരുങ്ങാൻ പോയി. ദൈവത്തിന് സ്തോത്രം. വണ്ടി പോകാൻ സമയമായപ്പോൾ അതേ ആകെ 5 പേരെ കയറിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. ബാക്കി ആരും വണ്ടിക്കാരൻ വിളിച്ചു ചോദിക്കുന്നു, ഒരുങ്ങാൻ പോയവരെന്തിയെ വരുന്നില്ലയോ എന്ന് ചോദിച്ചു. ആമി പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. വണ്ടി പുറപ്പെട്ടു. 5 പേരെ അതിനകത്തില് ആകെ കയറിയിട്ടുള്ളൂ. ഓടിയതും അധ്വാനിച്ചതും മൃതാവായി പോകാതെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, കർത്താവിന്റെ വരവെങ്കിലും കൈവിടപ്പെട്ടു പോകരുത്. നാം കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണം. കാഹള ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കുവാൻ കാലമാസന്നമായിരിക്കുക. ഹല്ലേലൂയ. വെറും 5 പേര്. അതെന്റെ ജീവിതത്തിൽ ഇന്നും എനിക്ക് എപ്പോഴും ആ ദർശനം ഞാൻ ഓർത്തിങ്ങനെ ഇരിക്കും. 5 പേരെ കയറിയിട്ടുള്ളൂ. ബാക്കിയുള്ളവര് ഒരുങ്ങാൻ പോയവരാ, കാത്തിരുന്നവരാ, വിളക്കിൽ എണ്ണയുമായി കയറിയോ. 5 കന്യകമാരെ പോൽ, ഹല്ലേലൂയ, ബുദ്ധിയില്ലാത്തവരെ പോലാകാതെ ബുദ്ധിയുള്ളവരായി ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോവാൻ ദൈവമിടയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസിയോട്, കുടുംബത്തോടുള്ള നന്ദിയെ ഈ പകൽക്കാലം അറിയിക്കുന്നു. ഇതുവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും കഷ്ടതയോ പ്രതികൂലമോ പ്രയാസമോ പട്ടിണിയോ ബുദ്ധിമുട്ടൊക്കെ കടന്നു വരും. എങ്കിലും ഇമ്മാനുവേൽ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ മുൻപോട്ട് സ്റ്റെപ്പുകൾ വെക്കുക. യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. ഉറപ്പും ധൈര്യമുള്ളവരാൽ, കുലുങ്ങാത്തവരാൽ, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കും. ഈ വചനങ്ങളാൽ, ഈ സാക്ഷിയാൽ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല പകൽക്കാലത്തിന് ആ ദൈവത്തെ സ്തുതിക്കുന്നു. ചില നാളുകൾക്ക് മുമ്പേ നിന്റെ ദാസിയെ വിളിച്ചത് അപ്പാ, ഇന്ന് പകൽക്കാലം ദൈവം എല്ലാറ്റിനും ഒരു സമയം ഉണ്ടെന്ന് സഭാപ്രസംഗി പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലം 2025 7-ാമത്തെ മാസത്തിന്റെ 14-ാമത്തെ പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവം ചെയ്ത വിടുതലുകളെ ദൈവം അധികമായി പിന്നെയും കരങ്ങളിലെടുത്തു നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ബലമുള്ള കരത്തില് നിന്റെ ദാസിയെ, കുടുംബത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കവരുടെ തലമുറകളെ ഏൽപ്പിക്കുന്നു. ദൈവം മാനിക്കണം, അനുഗ്രഹിക്കണം, നന്മകളാ ദൈവം നിറയ്ക്കണമേ. ഈ ആമീൻ ജോയിസ് ടിവിയിലൂടെ ഇതിൽ കയറുന്നവര്, സാക്ഷ്യം കേൾക്കുന്നവര് എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എന്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ആത്മീയവും ഭൗതികമായ എല്ലാവിധ നന്മകളാലും ദൈവവരെ നിറയ്ക്കണമേ. കരങ്ങളിൽ വഹിക്കണം, കൃപയിൽ സൂക്ഷിക്കണം. പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.